ഓക്കെ. ഫസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് തുടങ്ങാം നമുക്ക് റാഷിക്ക്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് പരിചയം. ഒന്ന് രണ്ട് റീൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് റീൽ വൈറലായിരുന്നു. അപ്പോൾ എന്തായാലും ഫീഡിൽ വരുമല്ലോ, ഒരു പുഴുവിനെ തിന്നുന്നത് അത് ഇതൊക്കെ ആയിട്ടുള്ള. പിന്നെ കൂടുതൽ വൈൽഡ് ലൈഫും ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ആണെന്ന് അറിയാം, പക്ഷെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതായിരിക്കും നന്നാവുക. എൻ്റെ പേര് റാഷി. എൻ്റെ വീട് മലപ്പുറത്താണ്. മലപ്പുറത്ത് പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് മേലാറ്റൂര് എന്ന് പറയുന്ന ചെറിയൊരു ടൗൺ എന്നാണ് ഞാൻ വരുന്നത്. പിന്നെ ഞാൻ കാർഡിയോളജിസ്റ്റ് അല്ല, കാർഡിയാക് ഫിസിയോളജിസ്റ്റ് ആണ്. ഡോക്ടർ ഓക്കെ. അല്ല, അലീഡ് ഹെൽത്ത് പ്രൊഫഷണലാണ്. ഡോക്ടേഴ്സിനെ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യാനും പിന്നെ ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കേഴ്സ്, എക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അലീഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രികളാണ്. ആ, ഇപ്പോൾ ഒരു ഓക്കെ. 2 വർഷമായിട്ട് ഇവിടെ ഒരു ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന, UK NHS സോമർസെറ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, പഠിച്ചത് ബാച്ചിലേഴ്സ് എടുത്തത് UK എന്നാണോ? അല്ലല്ല, ബാച്ചിലേഴ്സ് ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാരായണ ഹൃദയാലയ എന്ന് പറയും, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. അവിടെ ഓക്കെ. ഒരു 3.5 years ബാച്ചിലേഴ്സ്. ഞാൻ 2013 ബാച്ചിലേഴ്സ് കഴിഞ്ഞ. പിന്നെ അത് കഴിഞ്ഞ് UK വന്ന് അവിടെ നിന്ന് മാസ്റ്റേഴ്സ് ചെയ്തു. തിരിച്ച് നാട്ടിൽ പോയി കുറച്ചു കാലം ബാംഗ്ലൂര്, പിന്നെ അയർലാൻഡിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു. പിന്നെ തിരിച്ച് ബാംഗ്ലൂര് പോയി. പിന്നെ തിരിച്ച് ലണ്ടനിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു. പിന്നെ തിരിച്ച് ബാംഗ്ലൂര് പോയി. അങ്ങനെ അത് അങ്ങനെ ശരി. കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ കളിക്കുന്നത്. ഇവിടെ അത് ശരി. 2 വർഷമായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസും ഇതൊക്കെ ആയി. പിന്നെ ഈ ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയാം, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പം വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യം എന്താണ്? ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നോ? അങ്ങനെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാ. ഞാൻ ചെറുതാവുമ്പോ എനിക്ക് ഈ ഡോക്യുമെന്ററീസ് ഒക്കെ നല്ലപോലെ കാണുമായിരുന്നു. പ്രത്യേകിച്ച് ഡിസ്കവറിയിലും പ്ലാറ്റിലൊക്കെ വരുന്നത്. ഇപ്പൊ പണ്ട് ചെറിയ കുട്ടിയാവുമ്പോഴേ ഇങ്ങനെ ഈ വൈൽഡ് ലൈഫ് സയൻസ്, അതേപോലെ ഈ ഫീൽഡിലേക്ക് വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒബിയസ്ലി യൂട്യൂബ് തുടങ്ങിയപ്പോ നമ്മൾ ആദ്യം ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് റാൻഡം ആയിട്ടുള്ള കണ്ടന്റ്സ് ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായപ്പോഴാണ് ലൈക്ക് നമുക്ക് ഏതാണോ താല്പര്യമുള്ളത് അതിനെക്കുറിച്ച് കണ്ടന്റ് ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടി നന്നാവാന്ന് തോന്നി. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി വേറെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതുമായിട്ട് പഠിച്ചതോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഈ നെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയും പിന്നെ ഈ ഡോക്യുമെന്ററീസ് കാണുന്നതിനെ കുറിച്ചുള്ള അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഗതി മിസ് ചെയ്യാതെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കും. ഓക്കെ. ഇപ്പോൾ UK വൈൽഡ് ലൈഫ് സെർച്ച് ചെയ്യാനായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിവിടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും സൗത്ത് വെസ്റ്റ് ആണ്, ലൈക്ക് പ്രോപ്പർ കൺട്രി സൈഡാ. ആഹാ. ഇവിടെ ഉള്ളതായിട്ടുള്ള കുറച്ച് ജീവികളുണ്ട്. ഈ നമ്മളെ ബാഡ്ജർ എന്നൊക്കെ പറയും. ഹണി ബാഡ്ജറിന്റെ ഹണി ഒക്കെ വേറെ ബാഡ്ജർ. ടൈപ്പ് ഒരു ജീവിയാണ്. ഓക്കെ. ഹണി ബാഡ്ജറിന്റെ വേറെ ടൈപ്പ് സാധനമാണ്. അത്ര അഗ്രസീവ് അല്ല. അതിനൊക്കെ ഇവിടുന്ന് 2-3 പ്രാവശ്യം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു 3-4 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു റിവർ ഉണ്ട്. അപ്പൊ ആ റിവറിൽ ഞാൻ ഫ്രീ ഉള്ള ദിവസമൊക്കെ വെറുതെ അവിടെ പോയിരിക്കും. ഈ റിവറിന്റെ സൈഡിൽ അവിടെ ഓട്ടേഴ്സ് ഉണ്ട്. നമ്മളെ ഈ നീർനായ എന്ന് പറയുന്ന സാധനമില്ലേ, ആഹാ. യുറേഷ്യൻ ഓട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ നീർനായല്ല, യുറേഷ്യൻ ഓട്ടേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കുറച്ച് ഒരു തിക്ക് ഫറുള്ള കോട്ടൊക്കെ ആയിട്ടുള്ള. അത്ര വലിപ്പം ഉണ്ടാവില്ല, ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ശബ്ദം ഉണ്ടാക്കുമ്പോൾ പുറത്തു വരില്ല. അപ്പൊ ഞാൻ വെറുതെ പോയിട്ട് ഈ റിവറിന്റെ സൈഡിൽ ഇങ്ങനെ പുല്ലിന്റെ ഇടയിൽ വെറുതെ ഇരിക്കും. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കും. ഇതുങ്ങള് മൂവ്മെന്റ് ഒക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3-4 പ്രാവശ്യം സൈറ്റിങ്ങും കിട്ടിയിട്ടുണ്ട്. പിന്നെ കിളികളെ നല്ലപോലെ വാച്ച് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയല്ല. ആ. അല്ല, അത് അല്ലെങ്കിലും ലൈക്ക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ലല്ലോ. നമുക്കൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതെ അതെ എൻ്റെ അഭിപ്രായത്തിൽ സെൽഫ് അതെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് ഒരു ഹോബി അല്ലെങ്കിൽ പാഷൻ ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഇപ്പം അതെ എല്ലാ അതെ ഇൻഫർമേഷനും ഇസ് ഓൺ യുവർ ഫിംഗർ ടിപ്സ് ആണല്ലോ. അതെ എക്സാക്ട്ലി. നമുക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോ എന്ത് സാധനം ആണെങ്കിലും ഈവൻ റോക്കറ്റ് സയൻസ് വരെ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ, നമ്മളുള്ളത്. അതെ, എക്സാക്ട്ലി. അതെ. ഫസ്റ്റ്. പിന്നെ യു കെയിലെ യൂറോപ്പിലൊക്കെ പറയുമ്പോ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യയിലെ ക്ലൈമറ്റ് പോലെ അല്ലെങ്കിലും ഇവിടേതായിട്ടുള്ള കുറെ ജീവികളുണ്ട് ഇവിടെ. ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും UK ഒക്കെ ലൈക്ക് കുറെ ടൈപ്പ് സാധനം. ഈ വെല്ലബീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ശരിക്കും കരുതുന്നത് കങ്കാരൂസ് ഇല്ലേ, കാങ്കരൂ എന്ന് ആഹാ. പറയുന്ന സാധനം, ഇത് ഓസ്ട്രേലിയയിൽ മാത്രമുള്ള സാധനം നമ്മൾ കരുതുന്നത്. പക്ഷെ UK ഈ സാധനമുണ്ട്. പക്ഷെ അതുപോലെയുള്ള സംഗതിയല്ല വെല്ലബി എന്ന് ഇതിന് പറയുന്നത്. വെലബി. കാങ്കാരൂവിനെ പോലെ തന്നെയാണ്. പക്ഷെ വളരെ ചെറുതാണ് ഈ സാധനം. ചെറുതെന്ന് പറഞ്ഞാൽ ഹൈറ്റും വെയിറ്റും ഒക്കെ കുറവാണ്.
ഒരു തിക്ക് ഫറുള്ള ഒരു ടൈപ്പ് സാധനം. അത് എല്ലായിടത്തും ഒന്നും ഇല്ല UK-ല്. റിമോട്ട് ആയിട്ടുള്ള കുറച്ച് ആ സ്ഥലങ്ങളിലുണ്ട്. ഓക്കെ ഓക്കെ. ആ ഞാൻ ഇപ്പം സെർച്ച് ചെയ്ത് നോക്കി. കങ്കാരു തന്നെയല്ലേ? കണ്ടാൽ ചെറിയൊരു കങ്കാരു. ആ കങ്കാരു തന്നെ, പക്ഷെ വളരെ റയർ ആയിട്ടേ ഉള്ളൂ. നോർത്തില് സ്കോട്ട്ലാൻഡിന്റെ ഒക്കെ ആ ഭാഗത്തായിട്ട് എവിടേക്കോ കുറച്ച് സ്ഥലങ്ങളിലുണ്ട് അത്. ആ അത് ശരി. ഫസ്റ്റ് ഒരു ട്രാക്ഷൻ കിട്ടി തുടങ്ങിയ വീഡിയോ ഏതാണ്? അത് പുഴുവിനെ തിന്ന വീഡിയോ ആണോ? അല്ല 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 അല്ല, അതിന് മുമ്പ് കുറെ മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിന് 7 മില്യൺ അങ്ങാണ്ട് വ്യൂസ് വന്നു. പിന്നെ എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം ഇത് ഇങ്ങനത്തെ കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ഇതൊന്നും ഇങ്ങനെ ഓടുന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇങ്ങനത്തെ നമ്മൾ ആസ് എ ക്രിയേറ്റർ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ, നമ്മൾ ആദ്യമായിട്ട് ഒരു സംഗതി നമ്മൾ ഇതുവരെ ചെയ്യാത്ത നമ്മുടെ സ്ട്രീമിൽ നിന്ന് മാറി ഒരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളെ അതെ ഒരു വിയർഡോ എന്നുള്ള രീതിയിൽ ആൾക്കാർ കാണണം, നമ്മളെ നല്ലപോലെ ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ എന്നെ ഇതുപോലെ നല്ലപോലെ എന്റെ കൂട്ടുകാരനെ, വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും അല്ല, ഇൻ എ ഗുഡ് വേ ട്രോളും നല്ലോണം എടുത്തിട്ട്. അതെ അപ്പൊ അന്ന് ട്രോളുമ്പോ എനിക്കൊരു വാശിയായിരുന്നു, ഓക്കെ എന്നെ കൊണ്ട് ഇത് പറ്റുന്നുള്ളത് കാണിച്ചു കൊടുക്കണം എന്നുള്ള. അങ്ങനെ ചെറുതായിട്ട് ചെയ്ത് 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 പിന്നെ ഒരു 10-20 കണ്ടന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ലൈക്ക് എങ്ങനെയാണ് നമ്മളെ സ്ട്രെങ്ത് എന്താന്ന് വീക്ക്നെസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അതെ പിന്നെ അതിൽ നമ്മളെ സ്ട്രെങ്ത് എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാം. എനിക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി അറിയില്ല, ടെക്നിക്കലി സീറോ ആയിരുന്നു, ലിറ്ററലി സീറോ ആയിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ബിൽഡ് ചെയ്ത് ഇങ്ങനെ ചാനൽ ഇപ്പോ ആസ് ഓഫ് നൗ 157K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ടുള്ളൂ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിപ്പോ ഒരു 36.6 എങ്ങാണ്ട് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അതെ. അപ്പൊ എങ്ങനെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഈ യൂട്യൂബിൽ 100K മുകളിലോട്ടൊക്കെ പോകാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് കാണുന്ന ആൾക്കാർക്ക് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. അതെ അതെ പിന്നെ ഈ ഫ്രണ്ട്സ് ട്രോളൊന്നും ഞാനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കും ആ ഒരു കുറവും ആ ഒരു ചമ്മലും ഒക്കെ നമുക്ക് മാറും. നമ്മൾ വി അതെ ഡോണ്ട് അതെ ഗീവ്. ഒബ്വിയസ്ലി അതെ നമുക്ക് ആ ആ ഒരു സാധനം വരും. പിന്നെ ലൈഫ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ വിൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അവരെന്നെ ആയിരിക്കും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള അടുത്ത് ആദ്യം നമ്മളെ ട്രോളി ആൾക്കാർ തന്നെ ആയിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നത്, ഏതാ എന്തായി, അങ്ങനെയായി, പുതിയ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്തായി എന്നൊക്കെ ചോദിച്ച് പിന്നെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അത് ലൈക്ക് ഫ്രണ്ട്സ് ആർ ലൈക്ക് മെൻ ലൈക്ക് ദാറ്റ്, അത്രേ അതെ. ഉള്ളൂ. ഇപ്പോൾ ഒരു ചോദിച്ച് വൈൽഡ് ലൈഫിനെ പറ്റി ചോദിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണല്ലോ കാണുന്നത്. ഇപ്പോൾ ഡോക്യുമെൻ്ററി കണ്ടതാണെങ്കിലും അല്ലെങ്കിൽ പഠിച്ചതാണെങ്കിലും ഒരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്റ്റോ ഒരു ക്രിയേച്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് പെർട്ടിക്കുലർലി അങ്ങനെ ഒരു ഒരു സാധനത്തെ എടുത്തു പറയാനായിട്ട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാരണം നമ്മൾ എന്ത് സാധനത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഇപ്പോ വെറുതെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ള സാധനമാണ് തുമ്പി എന്ന് പറയുന്ന സാധനമില്ല, ഡ്രാഗൺ ഫ്ലൈ. അതെ നമ്മൾ കാണുമ്പോൾ എന്താ ഇത് ജസ്റ്റ് ഒരു തുമ്പി, ഒരു ലാർവയിൽ നിന്ന് ഉണ്ടായിട്ട് ഇങ്ങനെ പറന്നു പോകുന്ന കൂട്ടത്തോടെ വരുന്ന തുമ്പികൾ, അത്രേ നമുക്ക് പറയുള്ളൂ. പക്ഷേ ഈ തുമ്പി എന്ന് പറയുന്ന സാധനം ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള predator ആണ്. ഈ സിംഹത്തിന്റെയും കടുവയുടെ ഒക്കെ എത്ര അതിന്റെയൊക്കെ ഒരു ഹണ്ടിന്റെ സക്സസ്ഫുൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ് കടുവയുടെ ഒക്കെ. 100 പ്രാവശ്യം ഒരു കടുവ ഒരു എരേനെ പിടിക്കാൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ 10 പ്രാവശ്യമുള്ളൂ ഈ സാധനം വിൻ ചെയ്യുന്നുള്ളൂ. അത്രയും വലിയ പ്രൊഡക്റ്റ്, അത്രയും capable ആയിട്ടുള്ള പ്രൊഡക്റ്റർ ആയിട്ട് പോലും സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ഉള്ളൂ. പക്ഷെ ഒരു തുമ്പിയുടെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 to 98% ആണ്. അതൊരു ആഹാ സാധനത്തിനെ എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതിന്റെ. അതിന്റെ അഡാപ്റ്റബിലിറ്റീസ് അങ്ങനെ തന്നെയാണ്, ഫീച്ചേഴ്സ് എല്ലാം. വിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരെക്കാട്ടിലും 3800 ടൈംസ് എന്താ പറയാ ഡിഫൈൻഡ് ആയിട്ടുള്ള വിഷനാണ് ഈ തുമ്പിക്കുള്ളത്. പിന്നെ അതിന്റെ മുന്നോട്ടും ബാക്കോട്ടും അതേപോലെ വേർട്ടിക്കലി ഒക്കെ റാൻഡം ആയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും മിഡ് ഫ്ലൈറ്റിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട് ഈ തുമ്പിക്ക്. നമ്മൾ ഈ മിസൈലിലൊക്കെ കാണുന്ന ഒരു സംഗതി ഇല്ലേ, ഈ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഇല്ലേ, ആഹാ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഈ തുമ്പിക്ക്. അതിന് ടാർഗറ്റ് ലോക്ക് ചെയ്യാൻ കഴിയും. ഇത് ഹണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറിയ ഇൻസെക്ട്സിനാണ് ഈ തുമ്പി എന്നൊക്കെ പറയുന്ന പോലെ സാധനം ഹണ്ട് ചെയ്യുന്നത്. അപ്പോ അതാണെങ്കിൽ പോലും ലൈക്ക് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 98% ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര വലിയൊരു പ്രൊഡക്റ്റർ ആണ് തുമ്പി. നമുക്ക് പക്ഷേ നമുക്ക് കാണുമ്പോൾ എന്താ ജസ്റ്റ് ഒരു തുമ്പി. ഞാൻ പറഞ്ഞുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാല് ഏതൊരു ജീവിയാണെങ്കിലും ഇപ്പൊ ജസ്റ്റ് നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തുകൂടി ചെറിയൊരു പ്രാണി പോകുന്നുണ്ടെങ്കിൽ ആ പ്രാണിനെ നമ്മൾ പിടിച്ചിട്ട് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രാണി എന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് നമ്മൾ പഠിക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല ടൈപ്പ് അഡാപ്റ്റബിലിറ്റീസ് ഈ ജീവിക്കുണ്ടാവും ആ എക്കോസിസ്റ്റത്തിൽ ത്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എല്ലാ ജീവികളും വെരി ഇൻട്രസ്റ്റിംഗ് ആണ്.
അൺലെസ് യു ലുക്ക് ഇൻ ടു ഇറ്റ്. അതെ അതാണ് എൻ്റെ ഒരു ഇത്. അതെ ശരിയാണ്. അതെ. ഇപ്പോൾ ഈവൻ ഡോഗ്സ്, എനിക്ക് ഡോഗ്സിനെ ഭയങ്കര പേടിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന, ഉം. പ്രത്യേകിച്ച് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ ആയിരിക്കും. നമുക്ക് ഉം. ഇടപഴകാൻ അവസരം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഉം. പോളണ്ടിൽ വന്നു ഉം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഡേ ഞാൻ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാർക്കിൽ ഇറങ്ങിയപ്പം ഇവിടെ എല്ലാവരുടെ അടുത്തും പെറ്റുണ്ടാവുമല്ലോ, ഒരുവിധം ആളുകൾക്കൊക്കെ പെറ്റുണ്ടാവും. അപ്പോൾ അതേപോലെ നായിനെ കണ്ടപ്പോൾ ഞാൻ ഓടി, അതിൻ്റെ ബാക്കിൽ ഓടിയാൽ ഇത് ബാക്കിൽ ഓടുമല്ലോ. പക്ഷേ ഈ അടുത്തൊരു 1 ഇയർ മുമ്പ്, അല്ലെങ്കിൽ 1 or 2 ഇയർ മുമ്പ്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇതേപോലെ ഡോഗിനെ വാങ്ങി പെറ്റായിട്ട്. അപ്പം ഞാൻ കാണുന്നത് അതിനൊരു പപ്പി ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അതിനുശേഷം ആ പേടിയൊക്കെ മാറി. ആ ഒരു ഇതായിട്ട് എന്താ പറയുക, അടുത്ത് ഇടപഴകിയപ്പം ഇത്രയും, ഇപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇത്രയും ലോയൽ ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ ഇല്ല എന്നുള്ള. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഈ സെൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഞാൻ പല സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ അവൻ്റെ വീട്ടിൽ പോയാലും, അവനില്ലാത്ത സമയത്ത് വീട്ടിൽ പോയിട്ട് വീട്ടിലിരിക്കുമ്പം അവൻ്റെ കാറായിട്ട് അവന് പുറത്തുനിന്ന് വരുന്നേ ഉണ്ടാവുള്ളൂ, ഗേറ്റ് പോലും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. ഇത് സെൻസ് ചെയ്യും. ഇത് സെൻസ് ചെയ്ത് ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ നമ്മളെ നാട്ടില് ഞാനിത് ഈ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാലത്ത് ഇതുപോലെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ പറയണമെന്ന് കരുതിയൊരു സാധനമാണ്. നമ്മുടെ നാട്ടിൽ ഈ സ്ട്രീറ്റ് ഡോഗ്സിനെ വെച്ച് ഭയങ്കര വിഷയമാണല്ലോ. തെരുനായ്ക്കളെ കൊല്ലണം, അങ്ങനെ ഇങ്ങനെ, മദ്രസയിൽ പോകുന്ന കുട്ടികളെ കടിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പൊതുവെ ഒരു ജനവികാരം, ഒരു 98% ആൾക്കാരും ഒരു ജനവികാരം എന്ന് പറഞ്ഞാൽ ഈ പട്ടികൾക്ക് എതിരെയാണ്. ഇതുങ്ങളെ എങ്ങനെയെങ്കിലും കൊല്ലണം, അല്ലെങ്കിൽ പഞ്ചായത്ത് വന്നിട്ട് ഇതുങ്ങളെ പിടിച്ചുകൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുങ്ങൾ ഒരിക്കലും അഗ്രസീവ് ആയിട്ടല്ല ജനിക്കുന്നത്. നമ്മളെ ഇതുങ്ങളെ അങ്ങനെ ആക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ലാക്ക് ഓഫ് നോളജ് ആണ്. ഈ ഏത് ജീവിയും, ഇപ്പൊ നമ്മളൊരു എക്കോസിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ, അവിടെ നമ്മൾ മനുഷ്യർ മാത്രമല്ല, വേറെയും പല ടൈപ്പ് ജീവികളുണ്ട്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളൊരു ബോധേഡ് ആയിരിക്കണം. ഈ ബാക്കി നമ്മൾ ചുറ്റും ഈ പശു എന്താണ്, പശു, ആട്, കോഴി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുവട്ടത്ത് ഇതുങ്ങളെ അതെ കുറച്ചൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഈ പട്ടികളെ കുറിച്ചാണെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ലൈക്ക് നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ ഒരു പട്ടി വരുമ്പോൾ നമ്മൾ കല്ലെടുത്തിട്ട് കയ്യിൽ പിടിക്കും, ഇതിനെ എറിയാൻ അതെ വേണ്ടിയിട്ട്. ഇതിനെ കാണുമ്പോഴേ എറിഞ്ഞു വരത്തുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അങ്ങനെ അത് കണ്ട് അതിന്റെ പേരൻസ് അങ്ങനെ ചെയ്യുന്നത് കണ്ട് വളരുന്ന ഒരു കുട്ടിക്ക് ഓബിയസ്ലി പട്ടി എന്ന് പറയുന്നത് ഓക്കെ, അടുപ്പിക്കാൻ പറ്റാത്ത ജീവിയാണ്, അതിനെ എറിഞ്ഞു ഓടിക്കേണ്ട സാധനമാണെന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അപ്പൊ ഈ പട്ടിയാണെങ്കിൽ കൂടി തെരുവിൽ ജനിച്ചു വളരുന്ന ഒരു പട്ടി, തെരുവ് നായക ചെറിയ കുട്ടിയാകുമ്പോഴേ അതിന് കിട്ടുന്നത് എന്താ, ഏറാ. ആരെ കണ്ടാലും അവര് കല്ലെടുത്ത് ചുരുട്ടി എറിയുന്നു. ഈ പട്ടിക്ക് മനുഷ്യന്മാരുടെ അടുത്തൊരു ലൈക്ക് ദുഷ്മൻ എന്നുള്ളൊരു സാധനമാണ്. അതെ കണ്ടാൽ നമ്മൾ ഓടിപ്പിക്കണം, അല്ലെങ്കിൽ ഇവര് ഒരു ത്രറ്റാന്നുള്ളൊരു സാധനമാണ് അവർക്ക് വരുന്നത്. അപ്പൊ അതിന്റെ പകരം നമ്മൾ ഈ പട്ടികളുടെ അടുത്ത് കുറച്ചുകൂടി കൈൻഡ് ആയിട്ട് ഈ പട്ടികളുടെ ബിഹേവിയറിനെ കുറച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രോ പറഞ്ഞില്ലേ, ബ്രോക്ക് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞില്ലേ, എനിക്കും ആദ്യം ഇതുപോലെയായിരുന്നു. പട്ടികളെ പേടിയായിരുന്നു. ബാംഗ്ലൂർ ചെന്നപ്പോഴാണ് അവിടെ മനുഷ്യന്മാരെ കൂടുതൽ പട്ടികളാ റൂട്ടിലും അതെ നമ്മൾ എനിക്ക് ബാംഗ്ലൂർ താമസിക്കുന്ന ബിൽഡിങ്ങിലും. പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ബാംഗ്ലൂർ, പട്ടീനെ കണ്ടാൽ. അപ്പൊ ഫസ്റ്റ് ഒക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പേടിയായിരുന്നു പട്ടികളെ. പട്ടികൾ ഇങ്ങനെ വരും, നമ്മളെ കാലിന്റെ അടുത്ത് വന്ന് മണക്കും, നമ്മളെ കയ്യില് ഷോപ്പറൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതുമ്പോ ഒന്നും മണക്കും. അപ്പൊ നമുക്ക് പേടിയായിരുന്നു, നമ്മള് ചുരുണ്ട് വിടാൻ നോക്കും. പിന്നെ ഒരു വട്ടം കടയിലിരിക്കുമ്പോൾ പട്ടി വരുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് മേടിച്ച് ആ പട്ടിക്ക് തിന്നുന്നതിനിടയിൽ പപ്സിന്റെ ഒരു പൊട്ടെടുത്ത് കൊടുക്കുമ്പോൾ ആ പട്ടി അത് തിന്നും. പിന്നെ ആ പട്ടിക്ക് ഒരു വിഷയമല്ല, ആ പട്ടി പിന്നെ നമ്മുടെ അടുത്ത്, നമുക്ക് മനസ്സിലായി ആ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്തോടുകൂടി നമുക്ക് മനസ്സിലായി പട്ടി എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിൾ സാധനമാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ നിങ്ങളെ ബിഹേവിയർ, എല്ലാ ജീവികളുടെയും ബിഹേവിയർ നമ്മൾ പഠിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ നമ്മൾ നിങ്ങളെ ലൈക്ക് ഉപദ്രവിക്കേണ്ട സംഗതികളല്ല. എല്ലാത്തിനും എക്കോസിസ്റ്റത്തിൽ അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. ഈ തെരുവ് നായ്ക്കളില്ല എന്നുണ്ടെങ്കിൽ ഈ ഗാർബേജ് കുമിഞ്ഞു കൂടുന്നതും ഇതൊക്കെ വലിയൊരു ഇഷ്യൂ അതെ ആയിരിക്കും. എക്സാക്ട്ലി, അതിപ്പോൾ ആ ഞാൻ ഈ പറയാൻ നിൽക്കായിരുന്നു. ഇവര് തെരുവ് നായ്ക്കൾക്ക് ഹൈജീൻ ഇല്ല, അത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ സറൗണ്ടിങ്സ് ആണ്, നമ്മൾ മനുഷ്യന്മാരെങ്ങനെ അതെ. സറൗണ്ടിങ്സ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ബാംഗ്ലൂരൊക്കെ പോയി കഴിയുമ്പോൾ, ഉത്തര കർണാടകയിൽ പോകുമ്പോൾ ഈ ബീജാപ്പൂര്, പിന്നെ അങ്ങനത്തെ ആ സൈഡിലേക്ക് ഉത്തര കർണാടക പോകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഈ പട്ടികളെ പോലെ തന്നെ പന്നികൾ ഉണ്ടാവും. ഈ കാട്ടുപന്നിയല്ല, വേറെ തന്നെ ഒരു ടൈപ്പ് പന്നി ഉണ്ട് അവിടെ. പൊക്കം കുറഞ്ഞിട്ട് ചെറിയ പന്നികളുണ്ടാവും. ഈ പന്നികൾ പട്ടികളെ പോലെ തന്നെ, ആടുകളൊക്കെ നമ്മളെ ടൗണിൽ കൂടി നടക്കൂലേ, അതുപോലെ ഈ പന്നികൾ ഉണ്ടാവും. ഇതുങ്ങളാണ് അവിടെയുള്ള ഈ പച്ചക്കറി കടയിലെയും ഹോട്ടലിലെയും ഒക്കെ വേസ്റ്റ് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഫുള്ള് വേസ്റ്റും തിന്നു തീർക്കുന്ന ഇവരാ. അപ്പൊ ഈ സംഗതികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് ആ വേസ്റ്റ്, നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ അറിയാലോ, വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ എത്ര ബാക്കിലാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഈ ജീവികളൊന്നും ഇല്ലെങ്കിൽ ആ വേസ്റ്റ് ആകെ ഏഹ്, വേണ്ട വിഷയമായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ സംഗതികളൊക്കെ അതിൻ്റെതായിട്ടുള്ള റോൾ എക്കോസിസ്റ്റത്തിലുണ്ട്. നമ്മൾ ഒരു ദിവസം ഒരു കുട്ടീനെ ഒരു പട്ടി കടിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പട്ടികളെ മൊത്തം കൊന്നു കളയുന്നത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
അതെ, എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിന്റെ റൂട്ട് കോസ് എന്താന്ന് കണ്ടാലേ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അതെ. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മഴക്കാലം കഴിഞ്ഞാൽ ഇതേമാതിരി പെറ്റ് വരുമ്പോൾ വണ്ടി വന്ന് എല്ലാത്തിനും പിടിച്ചു കൊണ്ടുപോകും, അതിനെ കൊല്ലേ എന്താ ഉം. ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അടുത്തൊരു മൺസൂൺ സീസൺ വരുമ്പോഴത്തേക്ക് ഇത് വീണ്ടും ആ സിറ്റുവേഷനിലെത്താണല്ലോ. അതെ. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കൂളുകളിൽ ഇത് കുട്ടികളെ നമ്മൾ എല്ലാ കാര്യവും പഠിപ്പിക്കുന്നുണ്ട്. മാർഷൽ ആർട്സ് വരെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പല സ്കൂളുകളിലും. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ തന്നെ കരിക്കുലം ആക്കിയിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഒരു വർഷത്തിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സെഷൻ വെക്കുക. ഇതേപോലത്തെ നമ്മളെ ഈ പരിസരത്ത് ജീവിക്കുന്ന ബാക്കി ജീവികളുടെ ബിഹേവിയർ പഠിപ്പിക്കാനും, ഇതുങ്ങൾ ഇങ്ങനെയാണ് മനുഷ്യന്മാരെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും എന്നൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു സംഗതികൾ നമ്മൾ ചെയ്യണം. കുട്ടികളത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയമേ വരുന്നില്ല, ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ സോൾവ് ആയി. പിന്നെ ഇത് ജീവിതകാലം മുഴുവൻ ഈ പേടി മനസ്സിലിട്ട് മനുഷ്യന്മാർ നടക്കുക. പട്ടീനെ കണ്ടാൽ കല്ലെടുത്ത് എറിയണം, പട്ടീനെ അടുപ്പിക്കാൻ പാടില്ല, അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നുള്ള രീതിയിൽ. വെരി വിയേർഡ്. അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. സൂംബ കൊണ്ടുവന്നാൽ കോൺട്രവേഴ്സി ഉണ്ടാവുന്ന നാടാണ് സ്കൂളിൽ. അപ്പോൾ പിന്നെ അതെ, അതെ. ഇതിൻ്റെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഏഹ്, കേരളത്തിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റാ. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേരളം. ഏറ്റവും ഉം ഉം. കൂടുതൽ എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ ഇപ്പൊ ഒരു 1-2 വർഷത്തെ കണക്കെടുത്ത് നോക്ക്, കേരളത്തിൽ എത്ര പേരാ, കേരളത്തിൽ മാത്രമാട്ടെ ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ തന്നെ കേരളം അല്ല മുൻപന്തിയിലുള്ളത് നമ്മൾ ആലോചിക്കണം. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ മരിച്ചു പോകുന്നത്. കേരളം കമ്പാരിറ്റീവ്ലി ചെറിയൊരു പോക്കറ്റാണ്, പോപ്പുലേഷൻ കുറവായതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനത്തെ മരണങ്ങളുടെ നമ്പർ കുറവാണ്. എങ്കിൽ കൂടി കേരളത്തിൽ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് നമ്പർ ഉണ്ട്. ഉം അപ്പോ ഉം. നമ്മൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പൊ ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമ കണ്ടിട്ടില്ലേ, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺസ്? കണ്ടിട്ടുണ്ടോ? എന്താണ്? ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺസ് എന്ന് പറഞ്ഞ സിനിമ ഹൗ ടു, കണ്ടിട്ടുണ്ടോ? യെസ് യെസ്, ആനിമേറ്റഡ് കണ്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ലൈവ് ആക്ഷൻ യെസ്. ഈ അടുത്ത് ഇറങ്ങിക്കുന്നല്ലോ, അത് കണ്ടിട്ടില്ല. അതിപ്പോ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, അടിപൊളിയാ, ഹൈലി റെക്കമെൻഡ്. അത് അപ്പൊ ആ കണ്ടിട്ടില്ല. സിനിമയില് ഡ്രാഗൺസിനെ ഇവർക്ക് ത്രെറ്റ് ആയിട്ടാണ് ഉള്ളത്. നൂറ്റാണ്ടുകളായിട്ട് ആ ജനറേഷൻ മൊത്തം ഡ്രാഗൺസിനെ ത്രെറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരാൾ ഇത് അൺലോക്ക് ചെയ്യാണ്, ഇതിന്റേക്കുള്ള കീ എന്താണെന്നുള്ളത്. ഇതുങ്ങളെ പട്ടികളെ പോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുങ്ങളെ ഏറ്റവും ലോയൽ പെറ്റാന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതേപോലെ നമ്മൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു കഴിയുമ്പോൾ പല സംഗതികളും നമുക്ക് ഒരു പരിധി വരെ കുറക്കാനായിട്ട് പറ്റും. അതെ, പല എന്താ പറയുക, ചെറിയ ചെറിയ പോസിറ്റീവ് സൈഡ്സ് വരെ ഉണ്ട്. മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ്, ഫിസിക്കൽ ഹെൽത്തിന് നല്ലതാണ്. കാരണം അതെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ തന്നെ പ്രായമായ ആളുകൾക്ക്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളുണ്ട്, പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഒക്കെ, അവർക്കൊക്കെ ഒരു ഡോഗ് പെറ്റായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ക്യാറ്റ് ഉണ്ടാവും. ഇതിനായിട്ട് ഇവർ ഡെയിലി 2 നേരം പുറത്ത് നടക്കാൻ ഇറങ്ങണം. അപ്പോൾ നായി മാത്രമല്ല നടക്കുന്നത്, ഇവരും നടക്കുന്നുണ്ട്. അതൊരു അതെ, അതെ, പോസിറ്റീവാണ്. അതെ, അതെ. ഭയങ്കര റിലീഫ് വന്നു. എന്താണ്, കട്ടായോ? ഭയങ്കര റിലീഫ് എന്ന് പറയാം പട്ടികൾ ഉണ്ടാവുന്നത്. പട്ടി എന്നല്ല, ഏതൊരു പെറ്റ് ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ അതിലേക്ക് ഡെഡിക്കേറ്റഡ് ടൈം സ്പെൻഡ് ചെയ്യുക. അതുങ്ങളെ നമ്മൾ പെറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കുറച്ച് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് മനുഷ്യന്മാരിൽ മാത്രമല്ല, അതിപ്പോ പുതിയ പഠനങ്ങൾ അത് പട്ടികളിലും ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഉം. മനുഷ്യന്മാർക്ക് നമ്മളെ ഒരു കാമുകിയുടെ അടുത്തോ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ ഉമ്മയുടെ അടുത്തോ ഫ്രണ്ട്സിന്റെ അടുത്തോ ഒക്കെ ഇടപഴകുമ്പോൾ നമുക്കൊരു ലവ് ഹോർമോൺ പ്രൊഡ്യൂസ് ആവും. അതിന് ഓക്സിറ്റോസിൻ എന്നാ പറയുന്നത്. ആ, ഓക്സിറ്റോസിൻ, മനുഷ്യന്മാരിൽ ഓക്കെ. അതുണ്ട്. അത് പട്ടികളിലും ഉണ്ട്, അതായത് ഡോഗ്സിലും ഉണ്ട് എന്നുള്ളത് ഇപ്പൊ അടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ആ, അതുപോലെ തന്നെ ഓക്കെ. നമുക്കുണ്ടാവുന്ന അതേ ഇമോഷൻസ് ഡോഗ്സിനും ഉണ്ട്. മനുഷ്യന്മാരെ അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവികളെയൊക്കെ സ്നേഹിക്കാനുള്ള ഒരു സാധനം അതുങ്ങളുടെ ശരീരത്തിലും ഉണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ ഒരു അൺകണ്ടീഷണൽ ലവ് ആണല്ലോ അവർ തരുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അതിന് അതെ, നന്ദി ഉണ്ടാവും. അതെ, അതെ. ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സിനെ പറ്റി പറഞ്ഞ മൾട്ടിപ്പിൾ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. റാഷ്യ തന്നെ ചെയ്ത, ഇപ്പം സിംഹം ഇറങ്ങുന്നതിനെ പറ്റിയിട്ട്, ഇന്ത്യയിലെ ഏതോ ഒരു വില്ലേജിനെ പറ്റി, വില്ലേജിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഉം ഉം. ഞാൻ ലൈക്ക് സിംഹങ്ങൾ എനിക്ക് നിർത്താമോ? സിംഹം ഇറങ്ങുന്നത് ബീഹാർ അല്ല, ഗുജറാത്തിൽ, യെസ്, ഗുജറാത്തിലാണ് തോന്നുന്നത്. ഗുജറാത്ത്. ഉം. അത് എന്താ സംഗതി ചോദിച്ചാല്, ഗുജറാത്തില് 1800s 1800-കളുടെ ലേറ്റ് ടൈമിലായിട്ട് ഈ ഏഷ്യാറ്റിക് ലയൺസ് ഉണ്ടായിരുന്നു. അത് ഉം ഉം. ഏഷ്യയിലുണ്ടായിരുന്ന ഒരു സിംഹത്തിന്റെ, അപ്പൊ നമ്മള് ഇപ്പൊ നിലവിലുള്ളത് ലയൺസ് ഉള്ളത് ആഫ്രിക്കയിലും പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യയിലെ ഈ ഗുജറാത്തിലെ ഈ ഗീർ ഫോറസ്റ്റിൽ മാത്രമാണ്. ഈ ഗീർ ഫോറസ്റ്റിൽ ഈ സിംഹങ്ങൾ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെയൊക്കെ ആദ്യം പണ്ട് ഈ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു, ഈ സിംഹങ്ങൾ ഉണ്ടായിരുന്നു ഗീർ ഫോറസ്റ്റിൽ. പിന്നെ ഇതിന്റെ പോപ്പുലേഷൻ കുറഞ്ഞു കുറഞ്ഞു വന്ന് നിയർലി എക്സ്റ്റിങ്ക്റ്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി.
ഇറാനിലും ഏഷ്യാറ്റിക് ലയൺസ് ഉണ്ടായിരുന്നത് ഇറാനിലും അതുപോലെ ഇന്ത്യയിലുമായിരുന്നു. ഏഹ് പിന്നെ മിഡിൽ ഈസ്റ്റിൽ എവിടെയൊക്കെ ചില രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു ഈ ഏഷ്യാറ്റിക് ലയൺസ്. അവിടെയൊക്കെ ഈ മിഡിൽ ഈസ്റ്റിൽ സാധനം മിഡിൽ ഈസ്റ്റിൽ കംപ്ലീറ്റ്ലി ഇപ്പോഴും വാക്കൗട്ട് ആയി. ഉണ്ടാവും, പക്ഷെ ഡൊമസ്റ്റിക് ആയിരിക്കുന്നുള്ളൂ. ഈ വൈൽഡിലുള്ള ഈ സംഗതികൾ കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അപ്പോ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു റൂളർ, അയാളെ പേര് ഞാൻ ഓർക്കുന്നില്ല, അയാൾ ഇതുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ പാർക്ക് പോലെ ഉണ്ടാക്കിയതാണ് ഈ ഗുജറാത്തിലെ ഗീർ എന്ന് പറയുന്ന സ്ഥലത്ത് 1800കളുടെ ലാസ്റ്റിൽ എപ്പോഴോ. പക്ഷെ ഇപ്പൊ അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1900 സ്ക്വയർ കിലോമീറ്റർ അങ്ങനെ എന്താണ്ട് അതിന്റെ വലുപ്പം. അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 273 സിംഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉള്ളൂ ആ ഒരു നാഷണൽ പാർക്കിന്. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് കണക്കുകൾ 3 വർഷം മുമ്പത്തെ കണക്കുകൾ പ്രകാരം അവിടെ ഏകദേശം 670 കൂടുതൽ സിംഹങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആയി. അതുകൊണ്ട് തന്നെ ഈ സിംഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ പഠിക്കുന്ന ആൾക്കാർക്ക്, അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പ്രൈഡ് ആയിട്ട് ഒരു കൂട്ടമായിട്ട് താമസിക്കുക. കുടുംബങ്ങൾ, നമ്മളിപ്പോ വീട് വെച്ച് കുടുംബം താമസിക്കുന്ന പോലെ അങ്ങനെ കുടുംബങ്ങളായിട്ട് താമസിക്കുക. അപ്പൊ ഇവര് തമ്മിൽ ഗ്യാങ് വാറുകളൊക്കെ ഉണ്ടാവും, ഓരോ പ്രൈഡുകൾ തമ്മിൽ. അപ്പൊ ഇവരൊക്കെ ഐസൊലേറ്റഡ് ആയിട്ട് വിട്ടുവിട്ടായിരിക്കും താമസിക്കുന്നത്. ഒരു പരിധി കൂടുതൽ പോപ്പുലേഷൻ എക്സ്പ്ലോർഡ് ആകുമ്പോൾ ഇവർക്ക് അവിടെ അതിൻ്റെ ഉള്ളിൽ ത്രൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, വാഷ് ഔട്ട് ആവും. അവിടുന്ന് ഇങ്ങനെ ആ നാഷണൽ പാർക്കിന്റെ പെരിഫറൽ സൈഡിലേക്ക് പുറത്തേക്ക് തള്ളി വരും. ഇതിന്റെ ഈ കാടിന്റെ ചുറ്റും, ഈ ഗീർ നാഷണൽ പാർക്കിന്റെ ചുറ്റുപാറുള്ളത് ഗ്രാമങ്ങളാണ്. മനുഷ്യന്മാർ തിങ്ങി പാർക്കുന്ന പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളാണുള്ളത്, കർഷകരായിട്ടുള്ള ആളുകൾ. അപ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുങ്ങൾ ഈ ഗ്രാമങ്ങളോട് ചേർന്ന് നടക്കുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഫുഡിന്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഈ സിംഹങ്ങൾ എന്ത് ചെയ്യും, രാത്രിയാവുമ്പോൾ ഈ ഗ്രാമത്തിന്റെ അകത്ത് കിടക്കും. അവിടെയുള്ള ഫാമേഴ്സിന്റെ കാറ്റിൽസിനെ ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പോ എത്രയോ കണക്കിന് എണ്ണമില്ലാത്ത അത്രയും പശുക്കളെയൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിങ്ങൾ കൊണ്ടുപോയി കൊന്നു തന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് വേറൊരു കോൺട്രവേഴ്സി ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 1-2 മനുഷ്യന്മാരെ ഈ സിംഹങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പൊതുവെ മനുഷ്യന്മാരെ ഹണ്ട് ചെയ്യാത്ത ആളുകളാണ്, കോഎക്സിസ്റ്റ് പീസ്ഫുള്ളി അതെ അതെ. പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ. പക്ഷെ ഇങ്ങനത്തെ വിയേർഡ് ഇൻസിഡൻസിന് 1-2 ഉണ്ടായിട്ടുണ്ട്. രണ്ടാൾക്കാരെ എങ്ങാണ്ട് സിംഹങ്ങൾ പിടിച്ച് തിന്നു, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കോടതിയിൽ അത് കേസാവുകയും ഈ ഒരു പുറത്ത് വെച്ചിട്ട് കോടതി ട്രയൽ നടത്തി. ഈ സിംഹങ്ങൾ ഒരു കൂട്ടിനകത്ത് വെച്ചിട്ട് കോടതിയിൽ വാദിക്കുന്ന പോലെ, പ്രതികളെ വാദിക്കുന്ന പോലെ ഇത് വെച്ചിട്ട് കേസ് നടത്തി. അത് ഭയങ്കര അട്രാക്ഷൻ ആയി, അത് ഭയങ്കര ഇഷ്യൂ ആയി, കോൺട്രവേഴ്സി ആയി. അതിന്റെ ശേഷമാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഒരു ബൈറ്റ് ചെയ്യാൻ കണ്ടപ്പോ എവിടുന്ന് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് എന്തോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നോക്കിയത്. അപ്പോ നോക്കുമ്പോ ഇതിന്റെ വേണ്ടുന്ന വിഷ്വൽസ് അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ. ഗ്രാമത്തിൽ വരുന്നു, പശുക്കളെ കടിച്ചുകൊണ്ട് പോകുന്നു, ആളുകൾ അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അവിടെ ഉള്ളത്. പക്ഷെ അതെ, ഞാൻ ആ വീഡിയോസ് കണ്ടപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഈ പറയും സ്ട്രീറ്റ് ഡോഗ്സ് നടക്കുന്ന പോലെയാണ് അവിടെ. കുറച്ചൊന്നും അല്ലല്ലോ, ഒരു കൂട്ടമായിട്ടാണ് നടക്കുന്നത്. ഇതിനവരെന്തെങ്കിലും കൂട്ടായിട്ടാണ് സൊല്യൂഷൻ വരുന്നത്. എടുക്കുന്നുണ്ടോ? അവിടെ നിലവിൽ സൊല്യൂഷൻസ് ഒന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാനതിൽ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള വലിയ പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്ത പോലെ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഫെൻസിങ്ങും കാര്യങ്ങളും ഒന്നും അങ്ങനത്തെ പരിപാടിയൊന്നും അവിടെ വലുതായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആൾക്കാർ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് അവിടെ. 530 വില്ലേജുകളുണ്ട്. ഈ 530 വില്ലേജുകളിലും ഈ പ്രശ്നമുണ്ട്. ഈ ആഹാ, ഓക്കെ. സിംഹം ഇറങ്ങുന്ന കൂട്ടത്തോടെ സിംഹം ഇറങ്ങി ആളുകളെ അല്ലെങ്കിൽ പശുക്കളെയൊക്കെ കൊണ്ടുപോകുന്ന ഇഷ്യൂ അവിടെ ഉണ്ട്. പക്ഷേ അത് ശരി. നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി അതിന്റെ എതിരെ നിൽക്കാനും പറ്റില്ല. കാരണം ലോകത്ത് ഏഷ്യാറ്റിക് ലയൺസ് ആകെ ഉള്ളത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പൊ അതുങ്ങളെ അവിടുന്ന് മൊത്തത്തിൽ അടിച്ചു പറ്റിക്കൊണ്ട് അടിച്ചു തൂക്കി കഴിഞ്ഞാൽ ആ ഒരു സംഗതി ഭൂമിനെ വാഷ് ഔട്ട് ആയി പോകും. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടുന്ന് ഈ എണ്ണത്തിൽ കൂടുതലുള്ള സംഗതികളെ ലിഫ്റ്റ് ചെയ്തിട്ട് വേറെ സൂകളിലേക്കോ അല്ലെങ്കിൽ വേറെ നാഷണൽ പാർക്കുകൾ പുതിയത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം. പക്ഷെ എത്രത്തോളം ഇത് ആ, നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതെ. കേരളത്തിലും ഉണ്ടല്ലോ ചെറിയ ചെറിയ, ഇപ്പം പ്രത്യേകിച്ച് വയനാട് ഭാഗത്തൊക്കെ, സുൽത്താൻ ബത്തേരി ഭാഗത്തൊക്കെ പുലി ഇറങ്ങുന്നത് ഉം ഉം. അത്ര റെയർ അല്ലല്ലോ. പുലി ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുലി ഒരു വിഷയമല്ലാതായിട്ടുണ്ട്. കടുവ ഇപ്പൊ ഭയങ്കര വിഷയം. പുലിയാണ് വിഷയമല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ബ്രോയുടെ നാട് എവിടെയാ? കോഴിക്കോടല്ലേ? കോഴിക്കോട്. കോഴിക്കോട് ഏതോ ഒരു കടൽ തീരത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് നിന്ന് വരെ പുള്ളിപ്പുലി എന്ന് പറയുന്ന സാധനമല്ലേ, ലെപ്പേർഡ്, അതിനെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് കോഴിക്കോട് തോന്നുന്നു. ടൗണിൽ നിന്ന് അതെ, അധികം എന്തോ. മാറാത്തൊരു സ്ഥലത്താണ്. അതെ അതെ. കണ്ണൂർ ടൗണിൽ നിന്ന് പുലീനെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ പരിസരത്തൊന്നും കാടില്ല.
പക്ഷെ ഒരു 10 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് സ്ഥിരമായിട്ട് പുലിനെ കാണുന്നുണ്ട്. ഇപ്പൊ ഒരു മാസം മുമ്പ് വരെ അവിടെ ഒരാളുടെ CCTV ക്യാമറയിൽ വീടിന്റെ മുമ്പ് കൂടി കുറച്ചുകൂടി പുലി പോകുന്ന വീഡിയോ കിട്ടിയിരുന്നു. പുലി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. മുംബൈ സിറ്റിയിൽ അകത്ത് മാത്രം 55 പുലികൾ ഉണ്ടെന്നാണ് പറയുന്നത്. സിറ്റിക്ക് അകത്ത് 55 പുലികൾ അവിടെ സ്ഥിര താമസക്കാരായിട്ടുണ്ടെന്ന്. ഐ മീൻ ലൈക്ക് ഇൻ ആൻഡ് ഔട്ട്. അവര് വാവ്. പകല് മൊത്തം ഏതെങ്കിലും ചെറിയ ഗുഹക്കകത്തോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹൈവേയുടെ സൈഡിലുള്ള ചെറിയ കുറ്റിക്കാട്ടിലൊക്കെ കടന്നുറങ്ങിയിട്ട് രാത്രി ആകുമ്പോൾ ഇവർ ഇറങ്ങും. അങ്ങനെ ഇത് 55 പുലികൾ ഇവര് ഉണ്ടെന്നാണ് മാനീറ്റേഴ്സ് ആണോ? മാനീറ്റേഴ്സ്. ഈ പുലികൾ പൊതുവെ മാനീറ്റേഴ്സ് അല്ല. ഈ പുലികളെ ഈ മരിച്ചു പോകുന്ന പുലികളൊക്കെ ഈ ഇങ്ങനത്തെ ലൈക്ക് സിറ്റി സൈഡിൽ നിന്നൊക്കെ പിടിക്കപ്പെടുന്ന പുലികൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പറയുന്നത് അവരുടെ ഡയറ്റിന്റെ 45-60% പട്ടികളാണ്, തെരുവ് നായ്ക്കൾ. ഇവർ അതുങ്ങൾ തിന്നാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിലേക്കും മനുഷ്യന്മാരുള്ള സ്ഥലത്തേക്കും വരുന്നത്. മനുഷ്യന്മാരുള്ള അടുത്ത് തെരുവ് നായ്ക്കളുണ്ട്. തെരുവ് നായ്ക്കളോ അല്ലെങ്കിൽ വളർത്തു നായ്ക്കളോ ഇതുങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിപ്പുലികൾ സിറ്റിയിലേക്ക് വരുന്നത്. അതുപോലെ കാട്ടുപന്നി, ഇതിന്റെ മെയിൻ ഡയറ്റ് എന്ന് പറയുന്നത് കാട്ടുപന്നിയുടെ കുട്ടികൾ. ഒരു വലിയ കാട്ടുപന്നീനൊന്നും അറ്റാക്ക് ചെയ്ത് പിടിക്കാനുള്ളൊരു സെറ്റപ്പ് ഒന്നും പുള്ളിപ്പുലിക്കില്ല. കാരണം പന്നികൾ ഭയങ്കര സ്ട്രോങ് ആണ്. കാട്ടുപന്നി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലുള്ള അതിന്റെ ഒരു അഡൾട്ട് മെയിലൊന്നും ഒറ്റക്കൊന്നും ഒരു പുലിക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പൊ അതുങ്ങളെ കുട്ടികളെ പിടിക്കും. പിന്നെ ഉള്ളത് തെരുവ് നായ്ക്കൾ. തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈസി ടാർഗറ്റ് ആണ്. ലൈക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് ഇതുങ്ങളെ സുഖമായിട്ട് കടിച്ചെടുത്തോണ്ട് പോകും. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ കുറുനരി എന്ന് പറയുന്ന സാധനമില്ലേ, നമ്മൾ പല ആളുകളും അതെ അതെ അതെ. കുറുക്കൻ എന്ന് പറയും. നാട്ടിൽ കുറുക്കൻ ഉണ്ട് എന്ന് പറയും. പക്ഷെ കുറുക്കനല്ല, അത് കുറുനരിയാണ്. കയോട്ടി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന ഒരു ടൈപ്പ് സാധനമാണത്. ആ സംഗതിനെയും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുലികൾ സാധാരണ മനുഷ്യന്മാരുള്ള ഏരിയ കിടന്ന്, അതായത് ഈ ഗ്രാമങ്ങളിലൊക്കെ കിടന്ന് കറങ്ങുന്നത്. എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ റാൻഡം ആയിട്ട് വീടിന്റെ അടുത്ത് പരിസരത്ത് എവിടെയെങ്കിലും ഒരു റബ്ബർ ഗാർഡോ അബാൻഡൺ ആയിട്ട് ഒരു റബ്ബർ വെട്ടാതെ കിടക്കുന്ന ഒരു തോട്ടത്തിന്റെ അവിടെ കൊണ്ടുപോയി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ലക്കി ആണെന്നുണ്ടെങ്കിൽ അവിടെ പുലി ഉണ്ടാവും. ലക്കിയല്ല അൺലക്കി ആണെന്നുണ്ടെങ്കിൽ അവിടെ പുലി ഉണ്ടാവും. അവിടെ അളിയൻ സുഖമായിട്ട് താമസിക്കുന്നുണ്ടാവും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതിന്റെ കണക്കുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2018 നടത്തിയ ഒരു സർവേയിൽ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത് 6700 സംതിങ് ലെപ്പേർഡ്സ് ആണ്. 4 വർഷം കഴിഞ്ഞ് 2022 ഇവര് സെയിം സ്റ്റഡി നടത്തുമ്പോൾ ഈ 6700 ഉണ്ടായിരുന്നത് 13800 മുകളിലുണ്ട്. അതായത് ഓ, നേരെ ഡബിൾ ആയിട്ടാണ് ഇതിന്റെ പോപ്പുലേഷൻ ഗ്രോ ചെയ്തേക്കുന്നത്. മോർ ദാൻ ഡബിൾ. അതെ. പക്ഷെ നമ്മള് വെറുതെ ഗ്രോ ആവുന്നതല്ല, നമ്മൾ നല്ല ഇന്ത്യയിലെ വന നിയമങ്ങൾ അറിയാലോ. ഒരു സംഗതിനെ നമുക്ക് തൊടാനോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ഇത് കല്ലെറിഞ്ഞ് ഓടിക്കാനുള്ള റൈറ്റ്സ് പോലും ഇല്ല വൈൽഡ് അനിമൽ ആണെങ്കിൽ. പല ഷെഡ്യൂളിൽ വരുന്ന മൃഗങ്ങളാണ്. ഈ ടോപ്പ് ഷെഡ്യൂളിൽ വരുന്ന മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഈ സിംഹം, ഈ കടുവ, പുലി, ആന ഒക്കെ പറയുന്നത് ടോപ്പ് ഷെഡ്യൂളിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ മൃഗങ്ങളെ നമ്മൾ കൺസേർവ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച്. അതുകൊണ്ടുള്ള ഒരു കംബാക്കും കൂടി ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഹൈലി അഡാപ്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഏത് ക്ലൈമറ്റിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും ഏത് വെതറിലെടുത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും പുലികൾ അഡാപ്റ്റ് ആവും. അവിടെയുള്ള ലൈക്ക് ഇരകൾ എന്താണ് അവൈലബിൾ അതിനെ പിടിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾ പഠിക്കും. മീനുകളെ വരെ തിന്നു ഇതുങ്ങള്. ഈ മുഴുവൊക്കെ മുഷിയില്ലേ, മുഷി, ഞങ്ങളുടെ മുയി എന്ന് പറയും. ആ കാറ്റ് ഫിഷ്, ഇതുങ്ങളൊക്കെ പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അതുങ്ങളൊക്കെ പിടിച്ചിട്ട് ഈ വള്ളം പറ്റിയ സ്ഥലത്ത് പോയിട്ട് അതുങ്ങളൊക്കെ കോറിന്നൊക്കെ പിടിച്ച് ലിഫ്റ്റ് ചെയ്ത് തിന്നുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് ഇന്ത്യയിൽ. അങ്ങനെയുള്ള ഒരു സാധനമാണ് പുലി. ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചത് എല്ലാ പുലികളും മാനീറ്റേഴ്സ് ആണെന്നാണ്. ഈ അടുത്തൊക്കെ ആയിട്ടാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് മനുഷ്യന്മാരെ തിന്നാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അഥവാ അങ്ങനെ ലൈക്ക് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ, ഈ പറഞ്ഞ പോലെ മെൻ്റൽ എന്തോ സംഭവമായിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പക്ഷെ ഉണ്ട് ഫോറസ്റ്റിൽ കേട്ടോ, തന്നെ ഉണ്ട്. കുട്ടികളെ പിടിക്കുന്നുണ്ട്. കുട്ടികളെ വാൾപ്പാറയിൽ ഇപ്പൊ അടുത്ത് ഒരു ഞാൻ തെറ്റല്ല പറയുന്നതെങ്കിൽ ഒരു 1.5 മാസം മുമ്പ് വാൾപ്പാറയിൽ ഒരു കുട്ടീനെ പിടിച്ചുകൊണ്ടുപോയി പുലി ഇതുപോലെ തിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇടക്കിടക്കുണ്ട്, അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ മനുഷ്യന്മാരാണെങ്കിൽ ഇവർ അറ്റാക്ക് ചെയ്യൂല. മനുഷ്യന്മാരെ പൊതുവെ പേടിയാണ്. പക്ഷെ കുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് പലപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. ഈ ചെറുതല്ലേ കുട്ടികൾ പുറം തിരിഞ്ഞിരിക്കുമ്പോൾ ഇവർ അതുപോലത്തെ വൾണറബിൾ ആയിട്ടുള്ള പട്ടിയോ അല്ലെങ്കിൽ പന്നികളോ അങ്ങനെ എന്തെങ്കിലും കാണുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ഇൻസിഡൻസ് ഉണ്ട് ഒരുപാട്.
അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണല്ലേ ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ. ഓഫ് കോഴ്സ് നമ്മൾ അവരുടെ സ്ഥലങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക കയ്യേറി തുടങ്ങുന്നുണ്ട്. ഐ മീൻ അത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അതൊരു 10-20 കൊല്ലം അല്ല, ഒരു 100-200-300 കൊല്ലങ്ങളായിട്ട് മെല്ലെ മെല്ലെ നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നതാണ്. പക്ഷെ അത് മാത്രം അല്ലല്ലോ റീസണ് ഇവർ മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് മാത്രമല്ല റീസൺ എന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം മനുഷ്യന്മാരുള്ളപ്പോ തൊട്ടേ ഈ വന്യമൃഗങ്ങളും ഉണ്ട്, വൈൽഡ് ലൈഫും ഉണ്ട്. അപ്പൊ ഇതുങ്ങളുടെ തമ്മിലുള്ള മനുഷ്യന്മാരും വന്യമൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് മനുഷ്യന്മാർ ഭൂമിയിലുള്ളപ്പോ തൊട്ടേ ഉണ്ട്. ഇത് ഇത്രയും പ്രശ്നമായി വരാൻ തുടങ്ങിയത് ഈ ഒരു അടുത്ത കാലങ്ങളിൽ. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഒരു 100 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ ഇവിടെ ബ്രിട്ടീഷുകാർ ഈ കാടുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇവര് ഹണ്ടിങ്ങിനായിട്ട് ഇവര് പോകും. അതായത് ഇവര് മാത്രമല്ല, ഇവര് നമ്മളെ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരായിട്ടുള്ള വൈസ്രോയിസും തലപ്പത്തിരിക്കുന്ന പട്ടാളത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇവര് UK എന്നൊക്കെ ഇവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൊണ്ടുവരും ഹണ്ടിങ്ങിന് പോകാൻ വേണ്ടി. ഹണ്ടിങ് പാർട്ടീസിന് പോകും അകത്ത്, കാടിനകത്ത്. എന്നിട്ട് കണ്ണ് കാണുന്ന എല്ലാത്തിനും വെടിവെച്ചിടും. ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഫുഡിന് വേണ്ടിയിട്ട് മാത്രമല്ല. ഒരു പ്രൈഡ് പോലെയായിരുന്നു. ഞാൻ 100 സിംഹത്തിന് വെടിവെച്ച ആളാണെന്നൊക്കെ പറയുന്നത് ഒരു വലിയ ക്രെഡിറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതെ. അന്ന് ഇവർ ഇങ്ങനത്തെ ഈ പുലികള്, കടുവകള്, സ്ലോത്ത് ബിയർ, ഈ കരടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള, അതുങ്ങളൊക്കെ നിരത്തി വെടിവെക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു പരിധി വരെ കൺട്രോൾഡ് ആയിരുന്നു. അതുങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എണ്ണത്തിൽ കൺട്രോൾഡ് ആയിരുന്നു. പിന്നെ നമ്മളിപ്പോ 1970-1970 തോന്നുന്നു എനിക്കിപ്പോ ലേറ്റസ്റ്റ് ഇന്ത്യയിൽ ഇപ്പൊ നമ്മളിപ്പോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വന നിയമങ്ങൾ വന്നത് 1970s കൺസർവേഷൻ ആക്ട് ഒക്കെ വരുന്നത്. അതില് അത് വന്നതിന്റെ ശേഷമാണ് നമുക്ക് കാട്ടിൽ നിന്ന് ഒരു എന്താ പറയാ ഒരു പന്നീനെ പിടിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഒരു മാനിനെ പിടിച്ച് വേട്ടയാടാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു നിയമം അത്രയും സ്ട്രോങ് ആയത്. വന്യമൃഗങ്ങളെ വളർത്താൻ പാടില്ല, ഒന്ന് ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു നിയമം വന്നത് 1970s ശേഷം. എത്ര വർഷമായി കുട്ടികൾക്ക്? 50 വർഷമായില്ലേ? 50 വർഷമായിട്ട് ആ എക്കോസിസ്റ്റം നമ്മൾ സ്ഥിരമായിട്ട് വർഷങ്ങൾ, നൂറ്റാണ്ടുകളോളം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എക്കോസിസ്റ്റം നമ്മൾ ടച്ച് ചെയ്യാതെ ത്രൈവ് ചെയ്യാൻ വേണ്ടി വിട്ടേക്കുക. അപ്പോൾ അതങ്ങോട്ട് അൺകൺട്രോൾഡ് ആയിട്ട് പോവല്ലേ. അപ്പൊ അതെ. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഈ പ്രഡേറ്റേഴ്സ് എന്ന് പറയുന്ന സംഗതികൾ മനുഷ്യന്മാർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ത്രെറ്റ് ആയിട്ടുള്ള, ആന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ത്രെറ്റ് ആയിട്ടുള്ളത് പ്രഡേറ്റേഴ്സാണ്. ഈ പുലി, സ്ലോത്ത് ബിയർ പ്രൊഡക്ടർ അല്ലെങ്കിൽ പോലും മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യുന്ന ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ ഈ പുലി, കടുവ എന്നുള്ള സാധനങ്ങളൊക്കെ ഇതുങ്ങൾക്കൊക്കെ ഹൈലി ടെറിട്ടോറിയലും കൂടിയാണ് ഈ ജീവികൾ. അപ്പൊ കാട് വലുതാവുന്നില്ല, ഇതുങ്ങളുടെ പോപ്പുലേഷനെ വലുതാവുന്നുള്ളൂ. കാട് വലുതാവുന്നില്ല, കാട് അതെ. ചുരുങ്ങുക അതെ. ചെയ്യുന്നത്. അതെ. നമ്മള് ഉണ്ടായിരുന്ന കാട് വരെ ചുരുങ്ങുക ചെയ്തേക്കുന്നത്. കാരണം മനുഷ്യന്മാർ ഈ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ, വയനാട് മാത്രമല്ല മലപ്പുറത്തിന്റെ ചില സൈഡുകളിലൊക്കെ ഉണ്ട്, ഈ കാളികാവ് റേഞ്ചിലൊക്കെ ഹെക്ടർ കണക്കിനാണ് ആളുകളുടെ എസ്റ്റേറ്റ് ഉള്ളത്. ഈ എസ്റ്റേറ്റിൽ പല എസ്റ്റേറ്റുകളിലും ആളുകൾ പണിക്ക് പോകുന്നുണ്ട്, റബ്ബർ വെട്ടുന്നുണ്ട്, തേയില, അങ്ങനത്തെ കണക്കുള്ള എസ്റ്റേറ്റുകൾ, ഇഞ്ചി, ഏലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എസ്റ്റേറ്റുകളാണ്. അതിലൊരു 40% എസ്റ്റേറ്റുകൾ പണ്ട് എസ്റ്റേറ്റുകളായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞു പോലും കയറുന്നില്ല അതിൻ്റെ അകത്തേക്ക്. 10-20 വർഷമായിട്ട് കംപ്ലീറ്റ്ലി അബാൻഡൻഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള എസ്റ്റേറ്റുകളോട് സംബന്ധിച്ചിടത്തോളം അവിടെ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയി മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് ഫോറസ്റ്റിന്റെ ഭാഗമല്ല, എസ്റ്റേറ്റ് ആണ്. അതിനോട് ചുറ്റിപ്പറ്റി ആ എസ്റ്റേറ്റിന്റെ ബോർഡർ തീരുന്നിടത്ത് മനുഷ്യന്മാരുടെ വില്ലേജുകളും കോളനികളും ആളുകളുടെ ഗ്രാമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ എസ്റ്റേറ്റിനകത്താണ് ഇവന്മാർ ഫുള്ള് താമസിക്കുന്നത്. അതായത് കാടിനകത്ത് ടെറിട്ടോറിയൽ ഫൈറ്റ് ഉണ്ടാവുമ്പോൾ ഡൊമിനൻസ് കാരണം അവിടുന്ന് പുഷ് ഔട്ട് ചെയ്യപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ടെറിട്ടറി ഭരിക്കും. അതെ. ബാക്കി ഇപ്പോ വയസ്സാവുന്നവരോ ചെറിയ ആളുകളായിട്ടുള്ള ആളുകൾ ടെറിട്ടറി തേടിയിട്ട് വരുന്നത്, കാടിനകത്ത് സ്ഥലമില്ല, ഉൾക്കാട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അവിടെ വമ്പന്മാരിയ്ക്കുകയാണ്, അവിടുന്ന് അടിച്ചോടിക്കും. അപ്പൊ ഇതുങ്ങളിങ്ങനെ പെരിഫറൽ സൈഡിലേക്ക് തള്ളി 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 വന്ന് ഈ എസ്റ്റേറ്റുകളിലൊക്കെയാണ് പതുങ്ങിയിരിക്കുന്നത്. ഷെൽട്ടർ വേണമല്ലോ. അതിനകത്തേക്ക് കയറി വരുന്ന ഈ ചെറിയ കാട്ടുപന്നികളെയും മാനുകളെയൊക്കെ തിന്നിട്ട് അവരവിടെ ഹാപ്പി ആയി നിൽക്കുക. അപ്പോ അതിന്റെ സ്കേഴ്സിറ്റി വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? തൊട്ടടുത്ത സൈഡായിട്ടുള്ള ഇപ്പുറത്തെ സൈഡിലേക്ക് വരും, വില്ലേജുകളിലേക്ക് വരും. അവിടെ ആകുമ്പോൾ ഈ പണ്ട് കുടിയേറി പാർത്ത ആളുകളുടെ കൃഷി ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരുടെ വീട്ടിലൊക്കെ ആട്, പോത്ത്, പശു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുങ്ങളൊക്കെ തൗത്ത് കയറിയിട്ട് കാറ്റിൽ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ. അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യന്മാർ ഇതിന്റെ ഇടയിൽ പുല്ലരിയാനും കുരുമുളക് പറിക്കാനൊക്കെ കാടിന്റെ എസ്റ്റേറ്റിന്റെ പരിസരത്ത് പോയി നിൽക്കുന്ന ആളുകളെ ഈ സിംഹങ്ങൾ, അല്ലെ സിംഹം എന്ന് പറയുന്നത് കടുവകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നവരെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ബാക്കിൽ നിന്ന് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. ഇതുങ്ങളെല്ലാം കളർ ബ്ലൈൻഡ് എന്നല്ല, ചില കളറുകൾ മാത്രമേ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ വിഷൻ അല്ല ഈ പ്രൊഡേറ്റേഴ്സിനുള്ളത്, വേറെ തന്നെ വിഷനാണ്. മാനുകൾക്ക് വേറെ വിഷനാണ്, പ്രിഡേറ്റേഴ്സിന് വേറെ വിഷൻ. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല, ഇത് മാനാണോ അല്ലെങ്കിൽ ഇത് കാട്ടുപന്നിയാണോ, ഇതൊരു മനുഷ്യൻ ഈ കുനിഞ്ഞിട്ട് പുല്ലരിയുന്നതാണോ എന്ന് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെ നോക്കുമ്പോൾ എന്താ, ചെറിയൊരു സാധനം ഇങ്ങനെ പതുങ്ങി പുല്ലിന്റെ ഇടയിൽ ഇരിക്കുന്നു.
അപ്പൊ അതൊരു പ്രയാന്ന് കരുതിയിട്ട് ചാടി വീഴാണ്. കടിച്ച് കൊന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ ഇതൊരു മനുഷ്യനാണെന്നുള്ളത്. ആ, അങ്ങനെയൊക്കെയാണ് ഓക്കെ. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഓക്കെ. നമ്മളെപ്പോഴും 100% പറയാ ക്ലിയർ ആണെന്നല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം. ഉം. നമ്മളെപ്പോഴും പറയാറുണ്ട് മനുഷ്യന്മാരാണ് ഈ എക്കോസിസ്റ്റം നശിപ്പിക്കുന്നത്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഇതൊക്കെ അതിൻ്റെ വലിയൊരു ഫാക്ടറാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ പിറാനനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൽ റാശി തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്, പിറാന ഈ എക്കോസിസ്റ്റത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നാട്ടിലൊക്കെ തന്നെ ഈ എക്കോറിയത്തിലുള്ള ആൾക്കാർ അത് കുളത്തിലൊന്നും കൊണ്ടുപോയിടാതെ വെക്കാനെന്നുള്ള, കുളത്തിലോ ലേക്കിലോ ഇതൊക്കെ ആയിട്ട്. അത് പിറാന എങ്ങനെയാണ് എക്കോസിസ്റ്റം നശിപ്പിക്കുന്നത്, അതേപോലെ തന്നെ ഇതേപോലെ എന്ത് ആനിമലാണ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു ആനിമൽ കാരണം ഇതില് എക്കോസിസ്റ്റത്തിന് വലിയൊരു വെല്ലുവിളി വന്നത്? ഇതില് പിരാനനെ പറ്റി പറയുന്നതിന് മുമ്പ്, പിരാന നമുക്ക് ഇവിടെ വലിയൊരു ത്രെറ്റ് അല്ല. ഇവിടെ നമ്മൾ പിരാന എന്ന് പറഞ്ഞാണ് നമ്മൾ വളർത്തുന്ന സാധനം. അതിന് വേറെന്തോ ഒരു പേരാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഐ മീൻ ലൈക്ക് ആ ഫാമിലി തന്നെ വരുന്നതാണ്. പക്ഷേ നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലുള്ള ആമസോണിലുള്ള ആ പിരാന അല്ല നമ്മൾ പിരാന എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന സാധനം. അതിൽ തന്നെയുള്ള അതെ, വേറെ ടൈപ്പ് സാധനമാണ്. പവർ ഇതുങ്ങളെ കുറഞ്ഞതിനോ? നമ്മളെ ഫ്രഷ് വാട്ടർ ആ ഇതുങ്ങളെ ഫ്രഷ് വാട്ടറിലേക്ക് വിടുമ്പോൾ എന്താ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, നമ്മളെ നാട്ടിലുള്ള ഈ ചെറിയ പെരല്, കൊയ്ത്ത, പിന്നെ അങ്ങനെയുള്ള കുറെ ചെറിയ ചെറിയ ടൈപ്പ് മീനുകളുണ്ട് നമ്മളെ പുഴയിലും കുളത്തിലൊക്കെ ഉണ്ടാവുന്നത്. ഇതുങ്ങളൊക്കെയാണ് ഇതുങ്ങൾ അറ്റാക്ക് ചെയ്തിട്ട് തിന്നുന്നത്. അതിന് ഫുഡ് വേണ്ടേ, അപ്പൊ ഇതുങ്ങളൊക്കെ ഒരു അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പോപ്പുലേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം ഒരു ബാലൻസിലാണ് പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സാധനം ബാലൻസ് അതായത് ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ മീനുകളുടെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ, ആ പരൽ മീനുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലുണ്ടാവുന്ന ചെറിയ മൈക്രോബ്സ് ഉണ്ട്. ഈ മൈക്രോബ്സിനെയാണ് ഈ പരൽ മീനുകൾ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ പരലിന്റെ പോപ്പുലേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ മൈക്രോബ്സിന്റെ പോപ്പുലേഷൻ കൂടും. അതാവുമ്പോൾ എന്താവും, വെള്ളത്തിന്റെ പി എച്ച് മാറും. വെള്ളത്തിലുള്ള ബാക്കി ഈ ആൽഗെ ഫംഗസിന്റെ ഒക്കെ ഗ്രോത്ത് കൂടും. അങ്ങനെ കൂടി കഴിയുമ്പോഴത്തേക്ക് ആ പുഴ അല്ലെങ്കിൽ ആ കുളം കംപ്ലീറ്റ്ലി നശിച്ചു പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഇംബാലൻസ് നമ്മൾ ഒരിക്കലും തകർക്കാൻ നോക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വേറൊരു സംഭവമുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ പറയാം. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴേ മനസ്സിലാവുന്നത്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ സ്നേക്ക് കിഡ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളെ ഈ ചേറുമീൻ എന്ന് പറയുന്ന സാധനം, ചേറാൻ എന്നൊക്കെ പറയില്ലേ, എന്താണ് ചേറാൻ. സ്നീക്കേഴ്സോ? സ്നേക്ക് ഹെഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി മീനുകളുണ്ട്. നമ്മളെ വരാലൊക്കെ ഇല്ലേ, ആഹാ. വരാൽ, ചേറുമീൻ എന്നൊക്കെ പറയുന്ന സാധനം. ആ, ഓക്കെ ഓക്കെ. സ്നേക്ക് ആ. ഹെഡ്. ഈ സംഗതികള് നമ്മളെ ഇപ്പൊ ഈ US-ല് ഇതുങ്ങളെ ഇതുങ്ങളുടെ പോപ്പുലേഷൻ തടയാൻ വേണ്ടിയിട്ട്, അതായത് അത് US-ലുള്ള ഒരു സാധനമല്ല ഈ സ്നേക്ക് ഹെഡ്സ് എന്ന് പറയുന്ന സാധനം. ഈ ചൈനക്കാർ ആരൊക്കെയോ അതുങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഫ്രഷ് വാട്ടറിൽ റിലീസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് അവര് സയന്റിസ്റ്റുകൾ പറയുന്നത്. ഈ സാധനത്തിന്റെ പോപ്പുലേഷൻ ഇപ്പൊ കൂടിയിട്ട് US ഗവൺമെന്റ് ഓരോ വർഷവും, ഏതൊക്കെയോ 3-4 സ്റ്റേറ്റുകളിലേ ഉള്ളൂ, ലൂയിസിയാനയിലൊക്കെയാണെന്ന് തോന്നുന്നു, ആഹ് എത്രയോ മില്യൺ കണക്കിന് ഡോളറാണ് ഇവര് സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ. ഇതുങ്ങളെ പോപ്പുലേഷനെ ഇതാണോ? തടി ഇത് തന്നെ സാധനം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വരാൽ ഐറ്റം. ഇത് പല ടൈപ്പ് ഉണ്ട്. നമ്മളിവിടെ മയിൽവാഹ, പിന്നെ പുള്ളിവാഹ, അങ്ങനെയൊക്കെ പറയും. ചേറുമീൻ എന്നൊക്കെ പറയും. മലപ്പുറത്തും കോഴിക്കോടൊക്കെ നമ്മൾ ചേറാൻ, ചേറുമീൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഉം, ഇതുങ്ങളുടെ ഉം. പോപ്പുലേഷൻ പടരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതുങ്ങളെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് US ഗവൺമെന്റ് എത്രയോ മില്യൺ കണക്കിന് ഡോളറാണ് ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക്. ഇതിനെ കൊന്നിട്ട് നമ്മൾ ഇത്ര വലിപ്പത്തിൽ കൂടുതലുള്ള ഒരു സ്നേക്ക് ഹെഡിനെ നീ ഒരു ഫ്രഷ് വാട്ടറിൽ നിന്ന് പിടിച്ചിട്ട് അതിന്റെ തല അവിടെ കൊണ്ടുപോയി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് പൈസ വരെ കിട്ടും. ഇങ്ങോട്ട് വരെ പൈസ തരും. ബൗണ്ടി പോലെ ഇങ്ങോട്ട് വരെ പൈസ തരും. അത്രയും വാവ്. വലിയ ത്രെറ്റാണ് ഈ സാധനം. അത് അപ്പൊ ശരി. ഇങ്ങനത്തെ ഏത് സാധനത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാലും ഇതൊരു ത്രെറ്റാണ്. ഇൻവേസീവ് സാധനങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇവിടെയുള്ള സാധനത്തിനെ കൊണ്ടുപോയി അവിടെ ഇട്ടാലും പ്രശ്നമാണ്, അവിടുന്ന് ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇട്ടാലും പ്രശ്നമാണ്. ഇത് ഭയങ്കര എല്ലാം ഒരു ഇവര് കറക്റ്റ്. ബാലൻസ് അതെ, ആയിട്ടാണല്ലേ പോകുന്നത്, ഒരു ഇക്വിലിബ്രിയത്തിൽ. അതൊന്ന് കുറച്ച് അങ്ങോട്ടോ അതെ, ഇങ്ങോട്ടോ ആയാൽ എല്ലാം കൊളാവും. അതെ, അതെ. ഒന്നാമത് എന്തിനു പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോ ഏഹ്, എന്ത് സാധനത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാലും, ഇൻവേസീവ് സ്പീഷീസ്. ഇൻവേസീവ് സ്പീഷീസ് ആയിട്ടുള്ള എന്ത് സാധനത്തിനും കൊണ്ടുവന്നു കഴിഞ്ഞാലും നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഡാമേജ് ആണ്. ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാടുകളും നമ്മുടെ റിസർവോയേഴ്സും പുഴകളും കുളങ്ങളും ഒക്കെ ഒരു 30 വർഷം മുമ്പ് ഉണ്ടായതിനേക്കാൾ 30% വീക്കായിട്ടാണ് ഇപ്പോൾ ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. കണക്കുകൾ നമ്മുടെ ഇപ്പോഴത്തെ വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ട്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കേരളത്തിന്റെ ഒരു മലയാളിയാണ് പുള്ളി.
പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നത് 30% വീക്ക് ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ എക്കോസിസ്റ്റവും കാടുകളും നാട്ടിലെ റിസർവേഴ്സും പുഴകളും ഒക്കെ അത്രയും ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതുപോലെ അവിടുന്ന് ആഫ്രിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് ആരോ കൊണ്ടുതന്നതാണെന്ന് പറഞ്ഞിട്ടൊരു ആഫ്രിക്കൻ മൂഷീനെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ പുഴയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് ബാക്കി നേറ്റീവ് സ്പീഷീസിന് ഇത് അടിച്ച് തിന്ന് തീർക്കും. ഇതൊരു റിയാലിറ്റിയാണ്. ഇനി ഞാൻ അന്തം വിട്ടൊരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം ഒരു ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ ബാംഗ്ലൂരുള്ള സമയത്ത് ഈ ജയനഗറിലൊരു BTM ലേഔട്ടിലൊരു ഒരു പാർക്കുണ്ട്. ആ പാർക്ക് ഒരു ലേക്കും കൂടിയാണ്, വലിയൊരു ലേക്കുണ്ട്. അപ്പൊ ആ ലേക്കിൽ ഒരു ഉച്ചക്ക് നമ്മൾ ചെന്ന് എന്റെ കൂട്ടുകാരനെ കൂടി ചെന്ന് നമ്മൾ ഇങ്ങനെ വെറുതെ ലേക്കിന്റെ സൈഡിൽ ഇരിക്കുമ്പോൾ വെള്ളത്തിലൊരു മൂവ്മെന്റ് കണ്ടിട്ട് എടുത്തു പോയി നോക്കിയത് ഈ കുളവായ എന്ന് പറയുന്ന സാധനമല്ലേ പായല്, അതിന്റെ ഇടയിൽ ഒരു അനക്കം കണ്ടിട്ട് പോയി നോക്കിയതാ. അപ്പൊ അവിടെ ഇങ്ങനെ നോക്കുമ്പോ വാ പൊളിച്ച് ഇങ്ങനെ ഈ ആഫ്രിക്കൻ മൂഷ് പോലത്തെ സാധനം വരുന്നുണ്ട്. നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഫ്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളത്തിന്റെ മേലെ കൂടെ, ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. പോകുമ്പോ ഇതിന്റെ വലിപ്പം കണ്ടിട്ട് ശരിക്കും അന്തം വിട്ടെന്ന് അറിയില്ലേ. അതായത് എന്നെക്കാട്ടിലും നീളമുള്ള അത്രയും വലിപ്പമുള്ള ആഫ്രിക്കൻ മുഷികൾ ആ ഒരു ലേക്കിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിലേക്ക് ഇൻ കേസ് ആരെങ്കിലും ഒക്കെ വീണ് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മനുഷ്യന്മാര് വീണ് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ആഫ്രിക്കൻ മുഷി മാത്രമല്ല, അതിൽ പല ടൈപ്പ് സ്പീഷീസ് ഉണ്ടാവും. അതെങ്ങനെ അവിടെ വന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ അത്രയും അതൊന്നും മാത്രമൊന്നുമല്ല, കണ്ടമാനം അതിനകത്ത്. അപ്പൊ അതിൽ വീണ് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് വേറെ എന്ത് മനസ്സിലാക്കാം, അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് സ്പീഷീസിനൊക്കെ ആ സാധനങ്ങൾ തിന്ന് തീർത്തിട്ടുണ്ടാവും. ആ അത് ശരി. ഇത് ഹ്യൂമൻസിനെ ഇതാക്കാൻ മാത്രം, അറ്റാക്ക് ചെയ്യാൻ മാത്രമുള്ള പവർ ഉണ്ട് ഇതിന്. ഇതിനെ ബാൻ നോക്കാം, ചെയ്തതാണ്. ഷെയർ ചെയ്യട്ടെ നമ്മുടെ ഇവിടെ ഇത് തന്നെയാണോന്ന്. നമ്മുടെ ഇവിടെ സുലഭമായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ റോട്ടിൽ നിന്നും അക്വറിയത്തിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടിയിരുന്നു സാധനത്തിന്. പിന്നെ ഒരു പോയിന്റിൽ നമ്മളെ ഗവൺമെന്റ് ഇതിനെ ബാൻ ചെയ്യുക ചെയ്തത്. ഇതുങ്ങളുടെ ഫാമുകളും ഇതാണോ സാധനം? യെസ്, ആഫ്രിക്കൻ മുഷിയ ഈ സാധനത്തിനെ ബാൻ ചെയ്തു. പിന്നെ ഇതിനെ വളർത്താൻ പാടില്ല, കൊമേഴ്ഷ്യൽ പർപ്പസിന് വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ബാൻ ചെയ്യുക ചെയ്തു. പക്ഷെ എന്നാലും ഇപ്പോഴും അന്ന് ബാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മൊത്തത്തിൽ പോകുന്നില്ലല്ലോ. അന്നൊക്കെ ഈ വെള്ളത്തിൽ റിലീസായി പോയ സാധനങ്ങളായിരിക്കാം ഇപ്പോഴും ഈ സംഗതികൾ ആവശ്യത്തിൽ കൂടുതൽ പെരുകി ഒരുപാട് വലിയ വലിയ ജൈജാന്റിക് സാധനങ്ങളായിട്ട് നമ്മളെ പല ലേക്കുകളിലൂടെയും ഫ്രഷ് വാട്ടറിലൂടെയൊക്കെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഈ അന്തം വിട്ടാണ്ട് പോയിക്കാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാംഗ്ലൂരൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് ലേക്കിലൊക്കെ പോയി ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത് പടച്ചവന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. ഇതേപോലെ ഇതിന് റിസർച്ചും അല്ലെങ്കിൽ വെറുതെ ഡോക്യുമെൻ്ററി കാണുമ്പോഴൊക്കെ തന്നെ എന്താണെങ്കിലും ഒരു ഭയങ്കര പേടിയായിട്ട് തോന്നിയൊരു ക്രിയേച്ചർ എന്താ? ഇപ്പോൾ എല്ലാവർക്കും ഓരോന്നും ഉണ്ടാവും. പേഴ്സണലായിട്ട് ചോദിക്കുമ്പോൾ എനിക്കും ഒന്നുണ്ട്, ഞാൻ പറയാം എന്താന്നുള്ളത്. അത് ഈ അടുത്താണ് ഞാൻ തീരുമാനിച്ചത്, ഈ ഒരു ജീവിൻ്റെ മുമ്പിൽ ഞാൻ പെട്ടാൽ ഐ വിൽ ടേക്ക് മൈ ഓൺ ലൈഫ് എന്നുള്ളത്. ഞാൻ അതാണ് പ്രിഫർ ചെയ്തതെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമ്മളെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയണം, അതിന് കുറെ ജീവികളുണ്ട്. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ കരടീനെ നമ്മൾ ശരിക്കും പേടിക്കേണ്ട സാധനം. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരടിനെക്കാട്ടിലും ഡാമേജ് ഉണ്ടാക്കുന്ന ജീവിയാണ് കടുവ. അത്രയും മെജസ്റ്റിക്കും വലിയ ജീവിയൊക്കെയാണ്. പക്ഷെ ഈ കടുവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന്മാരുടെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലാതെ അടുക്കൂല. കടുവ മനുഷ്യനെ പിടിച്ചു തിന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമെങ്കിലും അത് അബദ്ധത്തിലോ അല്ലെങ്കിൽ അത്രയും ഡെസ്പറേറ്റ് ആയിട്ടൊക്കെ മനുഷ്യനെ ഹണ്ട് ചെയ്യുന്നതായിരിക്കും, പരിക്ക് പറ്റിയോണ്ടൊക്കെ. പക്ഷെ ഈ കടുവയുടെ സീൻ ഈ കരടിയുടെ സീൻ അങ്ങനെയല്ല. ഈ സ്ലോത്ത് ബിയർ എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള കരടികളാണ്. ഇന്ത്യയിൽ ആകെ മൂന്ന് ടൈപ്പ് കരടികളേ ഉള്ളൂ. അതിലൊന്നാണ് സ്ലോത്ത് ബിയർ. എന്താണ് പേരെന്താണ്? സ്ലോത്ത് ബിയർ, SLOTH ബിയർ, സ്ലോത്ത് ബിയർ. സ്ലോത്ത് ബിയർ. ആ ഓക്കെ. ഈ സാധനമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ മീൻസ് നമ്മുടെ കേരളത്തിലും കർണാടക, ഇന്ത്യൻ വനങ്ങളിലുള്ളത്. കുറച്ച് മേലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഹിമാലയൻ ബിയറും ഹിമാലയൻ ബ്രൗൺ ബിയറും ഒക്കെ ഉണ്ട്. അതൊക്കെ വലിയ 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 സാധനങ്ങളാണ്. അതൊന്നും നമുക്ക് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഇല്ല. അപ്പൊ താഴെയുള്ള ഈ സ്ലോത്ത് ബിയറുകളുടെ സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾ ഭയങ്കര അഗ്രസീവാണ്. അപ്പൊ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കുട്ടികളെയൊക്കെ കൊണ്ട് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നുകൂടി അഗ്രഷൻ കൂടും. പ്രൊട്ടക്റ്റീവ് മെന്റാലിറ്റി ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പൊ നമ്മളെ ഒരു ദൂരത്തുനിന്ന് ബാക്കിയുള്ള ജീവികൾ മനുഷ്യന്മാരെ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നി മാറി എസ്കേപ്പ് ആയി പോവുക ചെയ്യുക. അവർക്ക് മനുഷ്യന്മാരെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ല. അവർ ഭയങ്കര ഷൈയാണ്. പക്ഷെ ഈ കരടികൾ അങ്ങനെയല്ല. കരടികള് മനുഷ്യന്മാര് ലൈക്ക് ത്രെറ്റ് ആയിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഓടി വരും. എത്രയും ദൂരത്തുനിന്ന് വരെ സ്മെല്ല് കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ഓടി വന്നിട്ട് മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബ്രൂട്ടൽ അറ്റാക്ക് ആയിരിക്കും. നിങ്ങളുടെ ക്ലോ എന്ന് പറയുന്നത് കയ്യിലെ നഖമില്ലേ, അത് 4 ഇഞ്ച് കൂടുതൽ അങ്ങാണ്ട് വലിപ്പമുണ്ട്.
അങ്ങനെയുള്ള അഞ്ച് അഞ്ച് വിരലുമ്പിലും 5 വിരലില്ല 4 ഒരു വിരലുമ്പത്തെ ക്ലോ അത്രയും ഉണ്ടാവില്ല. 4 വിരലിലെ ക്ലോയും വെച്ചിട്ട് നമ്മൾ അരിവാൾ കൊണ്ട് ചെത്തുന്ന പോലെ ആയിരിക്കും ചെത്തുന്നത്. ഒറ്റ മാന്തിൽ തന്നെ വയറിനടുക്ക് ഒരു മാന്ത് കിട്ടി കഴിഞ്ഞാൽ തന്നെ കുടൽമാലയും സ്പൈന് വരെ നട്ടല് വരെ മുറിഞ്ഞു പോരും. അങ്ങനെയുള്ള രീതിയിൽ ഇത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. ഭയങ്കര ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യും. പക്ഷെ മനുഷ്യന്മാരെ തിന്നൊന്നുമില്ല. ലൈക്ക് കാർണിവോറസ് അല്ല, പക്ഷെ അറ്റാക്ക് ചെയ്യും ഭയങ്കരമായിട്ട്. മുഖമൊക്കെ മാന്തി വികൃതമാക്കി കളയും. ടെക്നിക്കൽ ഇഷ്യൂസ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കാം. അപ്പൊ ഓക്കെ, ഈ അപ്പൊ സ്ലോത്ത് ബിയർ. സ്ലോത്ത് ബെയർ ആണ് ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ജീവികളിലൊന്ന്. എനിക്ക് ഏറ്റവും പേടിയുള്ളതും പിന്നെ നൈറ്റ് മെയർ എന്നൊക്കെ പറയുന്നത് സ്ലോത്ത് ബിയർ തന്നെയാണ്. 1957 നമ്മളെ മൈസൂർ കാടിനകത്ത്, ജില്ലയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, മൈസൂർ ലൈക്ക് മൈസൂരിന്റെ ഏതൊരു നോർത്തിലോ സൗത്തിലാന്ന് എനിക്കറിയില്ല. ബന്ദിപ്പൂരിനോട് ചേർന്ന് നടക്കുന്ന ഏതൊരു സ്ഥലത്താന്ന് തോന്നുന്നു. അന്നൊന്നും ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഒന്നും ഇല്ല, അതിന്റെയൊക്കെ അത്രയും മുമ്പാ. അവിടെ ഒരു സ്ലോത്ത് ബെയർ 2-3 ദിവസത്തിന്റെ ഇടയിൽ വിത്തിൻ 2-3 ഡേയ്സിൽ 12 പേരെ അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടുണ്ട്. 24 പേരെ ബ്രൂട്ടലായിട്ട് ഇഞ്ചുറി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുറെ ഓ മുമ്പാണ്. വാവ്, ഇത് ഇത് ഭക്ഷിക്കുന്നില്ലല്ലോ അല്ലേ? ഭക്ഷിച്ചിട്ടില്ല, കൊന്നിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് ആരായിരുന്നു എന്ന് എനിക്കറിയില്ല, ഏതൊരു ബ്രിട്ടീഷുകാരനാണ് ആ പെർട്ടിക്കുലർ സ്ലോത്ത് ബെയറിനെ വെടിവെച്ച് കൊന്നത്. ജിം കോർബറ്റ് ആണോ എന്ന് എനിക്കറിയില്ല, അയാൾ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തോ ഒരു ഇംഗ്ലീഷുകാരനാണ് അതിനെ വെടിവെച്ച് കൊന്നിട്ടുള്ളത് ആ സമയത്ത്. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ശരി. ആന്ധ്രയിൽ, നമ്മുടെ കേരളത്തിൽ അധികം ഇല്ലാന്നുള്ളൂ, ആന്ധ്രയിലൊക്കെ ഇപ്പോഴും ലൈക്ക് സ്ഥിരം ഇൻസിഡന്റ് ആണ് സ്ലോത്ത് ബെയർ മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നത്. വിഷയം അത്. ശരി. എനിക്ക് ഇതേപോലെ എനിക്ക് ഏറ്റവും പേടിയുള്ള, ഞാൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, കൊമോഡോ ഡ്രാഗൺ. ഓ ഈ അടുത്തായിട്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ട് കാണുന്നതും പഠിക്കാന്നല്ല, ഇതിനെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതും ഇതൊക്കെ. അത് കണ്ടതിന് ശേഷം ഇതിന് അത് മുമ്പിലൊക്കെ ശരിക്കും പെട്ടാൽ മരിക്കുന്നതാണ് നല്ലത്. കൊമോഡോ ഡ്രാഗൺ നമ്മുടെ ഭാഗ്യമാണ് ശരിക്കും. അത് ഈ ഇന്തോനേഷ്യന്റെ അടുത്തുള്ള കൊമോഡോ എന്ന് പറയുന്ന ആ ദ്വീപിൽ മാത്രമേ ഈ സാധനം ഉള്ളൂ. ഒരു ദ്വീപിൽ മാത്രം ഐസൊലേറ്റഡ് ആണ് ഈ സാധനം. ഇത് ഹണ്ട് ചെയ്യുന്ന രീതിയാവുന്ന അതിലും വലിയ സീന്. ഇപ്പോ ഭയങ്കര വലുതാണ് സാധനം, 9 അടിയുടെ കൂടുതൽ വലിപ്പം ഉണ്ടാവും. പ്ലസ് ഇതിന്റെ ഒരു ടൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഏതെങ്കിലും ജീവിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലിലായിരിക്കും അധിക സമയത്ത് ബൈറ്റ് ചെയ്യുന്നത്. ആംബുഷ് ചെയ്ത് ബൈറ്റ് ചെയ്യും. അതെ, ആ കടി കൊണ്ടു അതെ. കഴിഞ്ഞാൽ ജീവി ഓടിപ്പോവും. ജീവി ഓടിപ്പോയി കഴിയുമ്പോൾ ഈ സാധനം അതിന്റെ മണം പിടിച്ചിട്ട് അതിനെ പുറകെ നടന്ന് ഇങ്ങനെ പയ്യെ പയ്യെ നടന്നു ചെല്ലും. ഒരു മാനെയാണ് കടിച്ചിട്ടുണ്ടെങ്കിൽ മാന ഓടും, 100-110 ഓടും. പക്ഷെ ഈ സാധനം പിന്നാലെ ഇങ്ങനെ ചെല്ലും. ഒരു 2 ദിവസം മാക്സിമം കഴിയുമ്പോഴത്തേക്ക് ആ മാന അവിടെ മരിച്ചു കൊണ്ടിട്ടുണ്ടാവും. അതിന്റെ ആ കടി കൊണ്ട സ്ഥലത്തെ ന്യൂറോടോക്സിനാ പയ്യെ പയ്യെ ആക്റ്റീവ് ആവുള്ളൂ. പക്ഷെ മൊത്തത്തിൽ ബോഡി മൊത്തം കൊളാപ്സ് ആവും. എന്നിട്ട് ലാസ്റ്റ് കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് ആ ജീവി മരിക്കുക ചെയ്യാം. മരിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, ആ കടിച്ച സ്ഥലത്തുണ്ടല്ലോ അവിടുത്തെ മാംസം ഫുൾ, ആ ഏരിയ, ആ തൊടമേ കടിച്ചിട്ടുണ്ടെങ്കിൽ ആ തൊട മൊത്തം ചീഞ്ഞു പോകും 2 ദിവസം കൊണ്ട്. അവിടുത്തെ ഇറച്ചി മൊത്തം ഭയങ്കര വെനമസാ. അതെ, ഇത് എന്താ പറയുക, ഒരു സൈക്കോ ആനിമൽ. ഓ അതും ഇതിന്റെ വെനം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ അടുത്താണോ എന്ന് അറിയില്ല, കുറച്ച് മുമ്പ് വരെ സയന്റിസ്റ്റുകൾ വിചാരിച്ചത് ബാക്ടീരിയ ആണ് ഈ ബൈറ്റ്, ഈ പറഞ്ഞ പോലെ. ലൈക്ക് ഇപ്പോൾ ഒരു ഇതിന്റെ പ്രേനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചീഞ്ഞതായി പോകുന്നത് ബാക്ടീരിയ ആണെന്നാണ് വിശ്വസിച്ചിരുന്നത്. ശരിക്കും അത് വെനമാണെന്ന് പിന്നീട് പ്രൂവ് ചെയ്ത്. ഈ അതെ വെനം എന്ന് പറയുന്ന, ഇപ്പം റാഷി പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലോ കില്ലിംഗ് ആയിട്ടുള്ള വെനം. അതും എനിക്ക് തോന്നുന്നു ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തത്. അതെ അപ്പോൾ ഈ അതെ സ്ലോ ചോര ആൻഡ് എടുത്തുകൊണ്ടിരിക്കും. പെയിൻഫുൾ ഡെത്ത് ആണ്. അതെ, ഭയങ്കര കാനിബലാണ് ബ്രൂട്ടലായിട്ടുള്ള. കാനിബലാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അവർ കൊമേഡോ ഡ്രാഗനെ തന്നെ കഴിക്കാറുണ്ട്. പിന്നെ ഇതേപോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിരിക്കില്ല, വൺ ഓഫ് ദി ലാസ്റ്റ് ലാർജ് പ്രെഡറ്ററാ. 1910 ഇതിനെ ഡിസ്കവർ ചെയ്യുന്നത് വെസ്റ്റേൺ. നമ്മുടെ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്കവർ ചെയ്യുന്ന 1910. പക്ഷെ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുമ്പിലൊന്നും പെടാതെ നിൽക്കട്ടെ എന്നുള്ളത്. ഭയങ്കര ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഒരു എനിമലാണ്. കണ്ടാലും പേടിയാവും. ഒരു ഡൈനോസറും, പിന്നെ ഈ ഡൈനോസറും ക്രോക്കഡൈലും എല്ലാം കൂടെ കൂടിയൊരു സാധനം. നമ്മുടെ നാട്ടിലെ ഉടുമ്പില്ലേ, ഉടുമ്പിനോടൊക്കെ ഏകദേശം ആ ഒരു ഫാമിലിയിൽ വരുന്ന സാധനമാണ്. ഉടുമ്പിന്റെ ഒരു മെഗാ വേർഷൻ എക്സാക്ട്ലി, എന്നൊക്കെ പറയില്ലേ. അതിൻ്റെ ഒരു ടച്ച് ഉണ്ട്. അതെ. അതെ, ഇത് ക്രോക്കഡൈലിൻ്റെ പറഞ്ഞപ്പോഴാണ്. ഇപ്പോൾ ഇത് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ക്രോക്കഡൈലിനെ പറ്റി പറയുന്നത്. ഇപ്പം ഞാനായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ആ ഒരു ബക്കറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ മുതല. അത് പല ടൈപ്പ് ഉണ്ടെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് അറിയെങ്കിലും ക്രോക്കഡൈൽ
അല്ലെങ്കിൽ ഇപ്പോൾ അലിഗേറ്റർ ആയാലും ഒക്കെ നമുക്ക് എല്ലാം മുതലാണല്ലോ. ഇപ്പോൾ സൂല് പോയാലും നമ്മൾ കണ്ടാലും മുതലാന്ന് പറയാ. എന്തൊക്കെ ടൈപ്പ് ക്രോക്കഡൈൽ ഉണ്ട്? ക്രോക്കഡൈൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഫാസിനേറ്റിംഗ് ക്രിയേറ്റേഴ്സ് ഓൺ എർത്താണ്. ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും എന്താ പറയുക, എർത്ത് എക്സിസ്റ്റ് ചെയ്ത കാലത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അതെ കൂടുതൽ ജീവിച്ച വൺ ഓഫ് ദി ക്രിയേച്ചേഴ്സിൽ ഒന്നാണത്. അതെ അതെ. ഇപ്പോഴും എവല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് തൊടാത്തൊരു ജീവിയാണ്. പ്രീ ഹിസ്റ്ററിക് ലീനിയേജ് അതേപോലെ കൊണ്ടുപോരുന്ന ഒരു ജീവിയാണ് ക്രോക്കഡൈൽസ്. പക്ഷെ ഈ ക്രോക്കഡൈൽസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. മൊത്തം 18 ടൈപ്പ് ഓഫ് ക്രോക്കഡൈൽസ് ഉണ്ട്, ഇൻക്ലൂഡിങ് സബ് സ്പീഷ്യസ് കേട്ടോ. മെയിൻ ആയിട്ട് പറയുന്നത് ലൈക്ക് നമ്മളെ നാട്ടിലുള്ള മുതലകൾ എന്ന് പറയുന്ന സാധനം, ട്രൂ ക്രോക്കഡൈൽസ്. പിന്നെ ഗാരിയൽസ് എന്ന് ഓക്കെ. പറയുന്ന സാധനമുണ്ട്. ഈ രണ്ട് സാധനം, ഈ ഗാരിയൽസ് എന്ന് പറയുന്നത് ചീങ്കണ്ണിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്നൗട്ട് ഇങ്ങനെ നീണ്ടിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ലൈക്ക് ആ, കോല് പോലെ ഓക്കെ. നീണ്ടിരിക്കും. അതാണ് ചീങ്കണ്ണി. അത് ലൈക്ക് പക്ഷെ മനുഷ്യന്മാരെയൊന്നും അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. അത് മീനുകളെ മാത്രം തിന്നിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ്. മുതല പക്ഷേ ഓപ്പർച്യൂണിറ്റിക്കാണ്. അതായത് എന്തെങ്കിലും വീണ് കിട്ടി കഴിഞ്ഞാല് മീനാണ് കഴിക്കുന്നതെങ്കിലും തരത്ത് കിട്ടിക്കഴിഞ്ഞാല് എന്തിനേയും കഴിക്കുന്നുള്ള ഒരു ടൈപ്പ് സാധനമാണ് മുതല. പിന്നെ ഉള്ളത് ഈ നോർത്ത് അമേരിക്കയിലുള്ള രണ്ട് ടൈപ്പ് സാധനമാണ്. ഈ അലഗേറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്, പിന്നെ വന്നിട്ട് കെയ്മൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അലഗേറ്റർ ആണ് യു കെയ്മൻ. എസിലൊക്കെ ഉള്ളത്, ഈ ലൂയിസ്. കെയ്മന് ഡേഞ്ചറസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. കെയ്മൻ പക്ഷെ ചെറുതാ, കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാ. മുതലയുടെ ഒരു ചെറിയ വേർഷൻ എന്ന് പറയാം. ഈ ജാഗ്വർ എന്ന് പറയുന്ന സാധനം ഇല്ലേ, നമ്മളെ പുള്ളിപ്പുലിനെ പോലെ ഇരിക്കുന്നത്, നോർത്ത് അമേരിക്കയിൽ ആമസോണിലൊക്കെ ജീവിക്കുന്ന ജാഗ്വർ. ഈ സാധനങ്ങള് മുതലേനൊക്കെ ഇങ്ങനെ ചാടി വന്നിട്ട് വള്ളത്തിൽ നിന്ന് കടിച്ചെടുത്തോണ്ട് പോകുന്നതാണ്. ഈ ഈ ജാഗ്വർ അല്ല, മറ്റേ ഈ ജാഗ്വർ. ഈ കെയ്മൻ അല്ല. ഈ സാധനം ഇത് മുതലയുടെ ഒരു മിനി ആ, വേർഷൻ ആണ്. ഇതിനെയാണ് ജാഗ്വേഴ്സ് കടിച്ചോണ്ട് എടുത്തിട്ട് പോണേ. നമ്മൾ പറയില്ലേ, ഈ ആളുകളൊക്കെ, ചില എന്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ചിലപ്പോൾ അയച്ചു തരും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എടാ ഈ പുള്ളിപ്പുലി മുതലേനൊക്കെ തിന്നോന്ന് വെച്ചിട്ട് ഈ വീഡിയോ അയച്ചു തരാം. അപ്പൊ സംഭവം അത് ഒന്നാമത്തെ കാര്യം, അത് പുള്ളിപ്പുലി അല്ല, അത് ജാഗ്വർ ആണ്. എത്രയോ ബൈറ്റ് ഫോഴ്സ് കൂടുതലുള്ള ജീവിയാണ്. ലൈക്ക് ഒരു കില്ലിംഗ് മെഷീൻ എന്നൊക്കെ പറയാവുന്ന സാധനമാണ് ജാഗ്വർ. അത് നോർത്ത് അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. ഐ മീൻ ലൈക്ക് നോർത്ത് അമേരിക്കയിലല്ല, സൗത്ത് അമേരിക്കയിൽ മാത്രമേ ഉള്ള സാധനം. പിന്നെ അതിൽ പിടിക്കുന്ന ജീവി എന്ന് പറയുന്നത് മുതലയല്ല, കെയ്മൻ ആണ്. കമ്പാരിറ്റീവ്ലി സൈസ് കുറവാണ്, പക്ഷെ മുതലേനെ പോലെ തന്നെയുള്ള ജീവി. പിന്നെ ഉള്ളത് അലഗേറ്റർ യു എസിലും അങ്ങനത്തെ ഈ സ്വാമ്പ്, ഈ എന്താ പറയാ, സ്വാമ്പിന് ഇപ്പൊ എന്താ പറയാ, ചതുപ്പ് നിലങ്ങളിൽ ഉണ്ടാവുന്ന സ്വാമ്പ്. സാധനം. ഈ ആ, അതെ. ലൂയിസിയാനയിലൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയുള്ള ഈ ജീവിയാണ് ഈ അലഗേറ്റർ എന്ന് പറയുന്ന സാധനം. എല്ലാം കണ്ടു കഴിഞ്ഞാൽ, ടിപ്പിക്കലി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചീങ്കണ്ണിന് ഒഴികെ ബാക്കി എല്ലാ ജീവിയും നമുക്ക് ഒന്നാണെന്ന് തോന്നുള്ളൂ. പക്ഷെ ദേ ആർ ഏകദേശം എക്സ്ട്രീംലി. ഒരേപോലെ തന്നെയാണ്. അതെ. പിന്നെ ഇതിന്റെ കിങ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, ഈ നൈൽ ക്രോക്ക് എന്ന് പറയുന്ന സാധനം. സാൾട്ട് വാട്ടർ മുതൽ നൈൽ ക്രോക്കും വേറെ. നൈൽ നദിയിൽ ഉണ്ടാവുന്ന മുതലാണ് നൈൽ ക്രോക്ക്. അത് ആഫ്രിക്കയിലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര വലുതാവും. ഫ്രഷ് വാട്ടർ ക്രോക്കഡൈൽ ആണ്, പക്ഷെ ഭയങ്കരമായിട്ട് വലുതാവും. ഇനി അതിലും വലിയ സാധനമാണ് സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. അത് ഇന്ത്യയിലുണ്ട്, പക്ഷെ മനുഷ്യന്മാരെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കൊന്നു തിന്ന കണക്കുകളോ ഒന്നും ഒക്കെ വളരെ കുറവാണ്. പക്ഷെ ഈ ചില സ്ഥലങ്ങളിൽ അതിന് സൈറ്റിങ് ഉണ്ടാവലുണ്ട്. ഈ ബീച്ചിന്റെ സൈഡിലൊക്കെ വന്ന് കടക്കും ഈ സാധനം, ഈ സാൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. അത് ഭയങ്കര വലുതാണ്. അതായത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അതിനെക്കാട്ടിലും ഭയങ്കര വലിയ സാധനമാണ്. അത് എന്തിനേയും കടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇതാണ് മുതലകളെ ആ, കുറിച്ച് പറയാൻ. ഓക്കെ. ഇത് കണ്ടാൽ തന്നെ പേടി തോന്നിക്കുന്ന ഒരു സാധനമാണത്. അതിന്റെ ലൈക്ക് ആ കോട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ കടലിൽ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം ചെറിയ വ്യത്യാസം. പക്ഷേ ദേ ആർ വെരി ഹ്യൂജ്. നമുക്ക് പ്രോസസ് ചെയ്യാൻ ഓക്കെ. കഴിയില്ല, അത്രയും വലുതാണ്. ഓക്കെ. ഇത് ഈ പറഞ്ഞ പോലെ, ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ, ഇതിന് ഇവല്യൂഷൻ വലുതായിട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഇപ്പോൾ അതെ ഇപ്പോൾ ഒരു 1000-2000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യന്മാർ എന്താണോ കണ്ടത് അത് തന്നെയാണ് നമ്മളിപ്പോഴും കാണുന്നത്. അതെ. ഈ മുതലകൾ ഒരിക്കലും പെറ്റ് ചെയ്യാൻ പറ്റൂല നമുക്ക്. അങ്ങനെ അതിന്റെ ആ ഒരു പ്രെഡേറ്റർ നേച്ചർ പോകില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഈ സൗത്ത് അമേരിക്കയില്. രാജ്യത്തിന്റെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, ചിലിയിലാണോ എന്ന് എനിക്കറിയില്ല. ചിലിയില പെറുവിലാന്ന് എനിക്കറിയില്ല. അവിടെ ചിറ്റോ പോക്കോ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് വേൾഡ് ഫേമസ് ആയിരുന്നു കുറച്ചു കാലം മുമ്പേ. അതിൽ ഈ ചിറ്റോ എന്ന് പറയുന്നത് ഒരാളും പോക്കോ എന്ന് പറയുന്നത് ഒരു മുതലയാണ്. ഈ മുതലേനെ ആഹാ. ഇയാളൊരു കാടിനകത്ത് താമസിക്കുന്ന ആളാണ്, മീൻപിടുത്തക്കാരനാണ്. ഈ കാടിനകത്ത്, പെറുവിൽ കാടിനകത്ത് ജീവിക്കുന്ന ആളാണ്. പെറു ആണോ ചിലിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതിലേതൊരു രാജ്യത്തിൽ ആ, കാടിനകത്ത് ജീവിക്കുന്ന ആളാണ്. ഇയാള് മീൻ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത്
പുഴയുടെ സൈഡിൽ ഒരു മുതലേനെ കാണാം, മുതലിന്റെ കുട്ടീനെ. അതിന്റെ തലക്ക് വെടി കൊണ്ടുണ്ട്. ആ വെടി കൊണ്ടിട്ട് ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അതിനെ. അറ്റാക്ക് ചെയ്തപ്പോൾ കണ്ട് വെടി വെച്ചായിരിക്കും. ഇയാൾ എന്ത് ചെയ്തു? ആ മുതലേനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരിക. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ ആ ആളും മുതലും ഇതാണോ? എന്നിട്ട് അതന്നെ. എന്നിട്ട് ആ മുതലേനെ ഇയാള് ഓക്കെ. അതിന്റെ ബുള്ളറ്റ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് മുതലിനെ ശുശ്രൂഷിക്കുക വീട്ടില്. അപ്പൊ അന്ന് ചെറിയ കുട്ടിയാണ്, പക്ഷെ അതിന്റെ ഇയാളുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഭാര്യയൊക്കെ പിണങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇയാൾ ഇങ്ങനെ ഈ മുതലായിട്ട് അടുപ്പം കാണിച്ച് ഇയാള് ഡൈമോണിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇയാള് കൊണ്ടുപോയി കളയാന്ന് പറഞ്ഞിട്ട് കളയുന്നതിന്റെ പകരം ഇയാള് ഉൾക്കാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഒരു സേഫ് സ്പോട്ട് ഉണ്ടാക്കിയിട്ട് ആ മുതലേനെ അവിടെ കടത്തും. എന്നിട്ട് എന്നും പോയിട്ട് ഇതിനെ ശുശ്രൂഷിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള മീനും ഫുഡെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ പയ്യെ പയ്യെ ഒരു 3-4 മാസം സമയം എടുത്തിട്ട് ഈ മുതല കംപ്ലീറ്റ്ലി ഹീലായി. ആ ഹീലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുതലും ഇയാളും തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പായി. ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു ആഹാ. കഴിഞ്ഞാൽ ഇവര് ബ്രദേഴ്സിനെ പോലെയായി. എന്നിട്ട് പിന്നെ അയാൾ ആ മുതലേനെ കൊണ്ടുവരും, അയാളുടെ പുഴയിൽ കൊണ്ടുവരും. എന്നിട്ട് ഇവര് തമ്മിൽ കുളിക്കും, കളിക്കും. ഇതൊക്കെ ആൾക്കാർക്ക് ഭൂമിയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ. ആൾക്കാർക്ക് അത് പ്രോസസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ലോകത്തിന്റെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ള ആളുകള് ഒരുപാട് പേര് വന്ന് അത് ഡോക്യുമെന്റ് ചെയ്യുകയും പിന്നെ അതിന്റെ പേരിൽ ഒരു വലിയ ഡോക്യുമെന്ററി ഉണ്ടാവുകയും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്രോഗ്രാം പോലെ നടത്തുമായിരുന്നു ആ പുഴയിൽ. അങ്ങനെ ഇയാൾ ഭയങ്കര റിച്ച് ആവുകയൊക്കെ ചെയ്ത് ഈ കാണാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ പല സൈഡിൽ നിന്നും ആളുകൾ വരും. ടിക്കറ്റ് വെച്ചിട്ട് ഒരു ഷോ പോലെ ഇയാൾ മുതൽ ഒന്നിച്ച് നീന്തുന്നതും ആഹാ. കുളിക്കുന്നതും. അങ്ങനെ പിന്നെ ആ മുതല ലൈക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും മുതല മരിച്ചു പോകാൻ ചെയ്തേ. പക്ഷെ ഈ മുതല വേറെ മനുഷ്യന്മാരായിട്ടൊന്നും ഇത്ര ജെല്ലാവില്ലായിരുന്നു കേട്ടോ. അയാൾ മാത്രമായിട്ട് ജെല്ലാവുമായിരുന്നു. പക്ഷെ അതിന് വേറെ പല തിയറീസ് പറയുന്നുണ്ട്. ഈ വെടി കൊണ്ട സമയത്ത് മുതലയുടെ തലച്ചോറിൽ തട്ടിയിട്ട് ബുള്ളറ്റ് എങ്ങാണ്ട് സൈഡിൽ തട്ടിയിട്ട് ആ ഒരു മുതലയുടെ മുതല മന്ദബുദ്ധിയായി പോയതായിരിക്കാം, അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യാത്തതെന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ വേറെ മനുഷ്യന്മാരെയൊക്കെ ആ മുതല അടുപ്പിക്കൂലായിരുന്നു. ഇയാൾ മാത്രമായിട്ട് വരുന്ന ആ മുതലൊക്കെ ആ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിയേർഡ് കേസസ് അങ്ങനെയുണ്ട്, വളരെ റയർ ആയിട്ട്. അത് ശരി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണല്ലോ. നമ്മളെ ഡോക്യുമെന്ററി ഉണ്ടോ അതിന്റെ? അതിന്റെ ഡോക്യുമെന്ററി ഉണ്ട്. നമ്മളെ കർണാടകയിൽ ഒരാളുണ്ട് ഇതുപോലെ. പക്ഷെ ഇയാൾ ഇങ്ങനെ മുതലയുടെ കൂടെ നീന്തൊന്നും ചെയ്യൂല. ഇയാള് മറ്റേ കോഴി ഫാം നടത്തുന്ന ചങ്ങായിയാണ്. ആളെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ആഹാ. നോർത്ത് കർണാടകയില് കർണാടക തന്നെയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കറക്റ്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അയാള് ചെറുതാവുമ്പോഴേ കോഴി ഫാം നടത്തുന്ന ആളാ. ഇയാള് നിൽക്കുന്ന കോഴി ഫാമിന്റെ ഒരു അടക്കാത്തോട്ടത്തിന്റെ സൈഡിലാണ് ഇയാള് കോഴി ഫാം. അതിന്റെ ബാക്കിൽ പുഴയാ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് എന്നും കോഴി വെട്ടീന്റെ കോഴിയുടെ വേസ്റ്റ് അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങളൊക്കെ ഈ കോഴി ഫാമിൽ നടത്തുന്നവർക്ക് അറിയാം, കോഴികൾ ചത്തുണ്ടാവും ഒരുപാട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കോഴികൾ ചാവും. ചത്ത കോഴികളൊക്കെ ഇയാൾ എന്ത് ചെയ്യും, ഈ പുഴയിലേക്ക് ഈ മുതലകൾക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ കുറച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം ഒരു മുതലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ എണ്ണം കൂടി 5, 6, 7 മുതലകളായി. ഈ മുതലകള് കറക്റ്റ് ഉച്ച സമയമാകുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇയാൾ വിസിലടിക്കും, ചൂളം വിളിക്കും. ഇയാൾ ചൂളം വിളിച്ചു കഴിയുമ്പോൾ ആ പരിസരത്തുള്ള കംപ്ലീറ്റ് മുതലകളും ഇയാളെ കോഴി ഫാമിന്റെ ബാക്കിലേക്ക് വരും. എന്നിട്ട് ഇയാൾ മേലെ നിന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും ചിക്കൻ. എന്നിട്ട് ആ മുതലകൾ അത് കഴിക്കും. അവർ ഡിസ്പെൻസ് ആയിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഡേ അയാൾ ചൂളം ആഹാ. വിളിക്കുമ്പോൾ മുതലകൾ തിരിച്ചു വരും. അങ്ങനെ അത് മലയാളത്തിലെങ്ങാണ്ട് ഏതൊരു ചങ്ങായി മനോരമയാണോ എന്ന് എനിക്കറിയില്ല, ഏതൊരു ന്യൂസ് ചാനലിൽ ഒരാൾ അതിനെ കുറിച്ച് ചെറിയൊരു ബൈറ്റ് ചെയ്തായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാനത് ആഹാ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെ പറ്റി പഠിച്ചു നോക്കിയപ്പോഴാണ് അയാളുടെ വേറെ ഡോക്യുമെന്ററീസും സംഗതിയൊക്കെ യൂട്യൂബ് കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതുങ്ങള് ശരി. പ്രെഡേറ്റേഴ്സ് ആണെങ്കിൽ കൂടി അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. സ്റ്റീവ് ഇർവിനും ഇതിന് എന്താ പറയാ, അറിയപ്പെട്ടതാണല്ലോ ഈ ഉം ഉം. മുതലിനായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസിൽ. അയാൾ ഭയങ്കര പുലിയായിരുന്നു, പ്രത്യേകിച്ച് ക്രോക്കഡൈൽസിനെ ഹാൻഡിൽ ചെയ്യാൻ. ചെറുപ്പം തൊട്ടേ പ്രാക്ടീസ് ചെയ്ത് വന്ന. പക്ഷെ അയാള് പക്ഷെ അതെ. മരിച്ചുപോയി. അയാൾ മരിച്ചത് മറ്റേ സ്റ്റിംഗ്റേന്റെ കുത്തു കൊണ്ടിട്ടാണോ, തെരണ്ടിയില്ലേ, അതെ. തെരണ്ടിയുടെ ഇത് കണ്ടിട്ടില്ല. തെരണ്ടിയുടെ മൂട്ടിലൊരു ഒരു എല്ല് പോലത്തെ സാധനം ഉണ്ടാവും, അങ്ങനെ കുന്തം പോലത്തെ. അത് അയാളെ കുത്തിയിട്ടാണ് കൊന്നത്. പക്ഷെ അത് വെനമസ് ഒന്നും അല്ല തെരണ്ടി. പക്ഷെ ആ കുത്ത് കറക്റ്റ് കൊണ്ടത് അയാളുടെ ഇവിടെ കൊണ്ടേ, കറക്റ്റ് ഹാർട്ടിന്റെ അവിടെ. ഹാർട്ട് തുളഞ്ഞു പോവുക ചെയ്തത്. ഹൃദയത്തിന് ഭയങ്കര ആയത്തില് ഹൃദയം ലൈക്ക് സ്റ്റേബ് ആയി പോയി. അങ്ങനെ അയാൾ മരിച്ചുപോയ ശരി. അതെ, ലെജൻഡ് അതൊരു എന്നൊക്കെ പറയും. എന്താ പറയാ, പോയറ്റിക് ഡെത്ത് ആണ്. ഓ അതെ, ഹൃദയം അയാൾ പ്രോപ്പർ ലെജൻഡ് ആണ് അയാൾ. അതെ, അതെ. എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് ലൈഫ് ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആളുകൾക്ക് വരെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ കണ്ടുപരിചയം ഉണ്ടാവും. അതെ, ഞാനൊക്കെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഒരു പൂതി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇയാളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാ. ഇയാൾ ഇങ്ങനെ കൂളായിട്ട് ഇതിനെപ്പറ്റി നെരേറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ് ഇതിലേക്ക് ഇൻട്രസ്റ്റ് തന്നെ വരുന്നത് ചെറിയ കുട്ടിയാകുമ്പോൾ. ലെജൻഡ്. അതെ. ഇപ്പൊ അങ്ങനെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പം ഇതേപോലെ? ഇപ്പോ ഞാൻ കുറെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഡേവിഡ് ആറ്റൻബറോ. അയാൾക്ക് ഇപ്പൊ 99 വയസ്സായി. ഡേവിഡ് അറ്റൻബറോ ഡേവിഡ് ആറ്റൻബറോ മരിച്ചു പോയില്ലേ?
മരിച്ചിട്ടില്ല, അയാൾ ഇപ്പോഴും ഉണ്ട്. അയാളുടെ ലാസ്റ്റ് ഡോക്യുമെന്ററി ആണ്, 99 വയസ്സായി, റിയലി സിക്ക് നൗ. അയാളുടെ ലാസ്റ്റ് ഡോക്യുമെന്ററി ഒരു 3 ആഴ്ച മുമ്പെങ്ങാണ്ട് റിലീസായി, ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അത് BBC തന്നെയാണ്. അതിന്റെ പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു, ഈ ഫാൻ ഷോ പോലെ. മരിച്ചിട്ടില്ലല്ലേ? ഞാൻ ഈ അടുത്ത് ആരൊക്കെയോ സ്റ്റോറി ഒക്കെ ഇട്ട് കുറച്ച് പേജസ് അയാളുടെ സ്റ്റോറി ഇട്ട് കണ്ടപ്പോൾ ബർത്ത്ഡേ വിചാരിച്ചു ആയിരുന്നു മരിച്ച്. കുറച്ചു കാലം മുമ്പ്. ബർത്ത്ഡേ ഓക്കെ ഉം. ഓക്കെ, അതാണ്. എനിക്കറിയാം ഈ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സിലുള്ള പ്ലാനറ്റ് എർത്ത് ഉം. എല്ലാത്തിൻ്റെയും വോയിസ് ഓവർ ഇയാളാണല്ലോ ചെയ്യാറ്. അതെ. അപ്പൊ ഇയാളുടെ ഒരു ലേറ്റസ്റ്റ് ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ട്, അതിനെ പറ്റിയാ പറയാൻ പോകുന്നത്, ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് എന്തായാലും കാണണം. ഈ കാട് അങ്ങനത്തെ ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകള്, എനിമൽസിനോട്, അങ്ങനത്തെ ഇതിന് മൊത്തത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിന് എല്ലാത്തിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററി ആണത്. അത് എന്തായാലും കാണണം. അതിപ്പോ പക്ഷെ നെറ്റ്ഫ്ലിക്സിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. ഞാനിവിടെ ഒഡിയോണിൽ പോയിട്ട് അങ്ങനെ ഒരു ദിവസം ഷോ ഉണ്ടായിരുന്നു, അന്ന് പോയി കാണുക ചെയ്തേ. ഫസ്റ്റ് തന്നെ പോയി കണ്ടു, അടിപൊളിയാണ്, ഓക്കെ ഓക്കെ റെക്കമെൻഡ്. അതിൽ ക്ലൈമറ്റ് ഓക്കെ. ചേഞ്ചും എങ്ങനെയാണ് ഈ ഫിഷിംഗ് വെസൽസ് ഉണ്ടല്ലോ, നമ്മളെ വലിയ കപ്പലുകളിൽ മീൻ പിടിക്കുന്ന പരിപാടി, ലൈക്ക് നമ്മൾ അതെ നോർമൽ അതെ. ഫിഷർമാൻ അല്ല, അല്ലാതെ വലിയ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഫിഷ് ചെയ്യുന്ന ഈ പ്രോൺസുകളെയും പിന്നെ മെസിൽസിനെയും മീനുകളെയൊക്കെ ട്യൂണേനൊക്കെ ഹണ്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് നമ്മുടെ എക്കോസിസ്റ്റം, നമ്മുടെ ഭൂമി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കാണിക്കുന്നത്. നമ്മൾ കരുതുന്ന പോലെ ഞാൻ ആമസോണിലെ ഡീഫോറസ്റ്റേഷനോ, നമ്മൾ 4 മരം മുറിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പശുക്കൾ ക്യാറ്റിൽസ് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടൊന്നും അല്ല ഗ്ലോബൽ വാർമിംഗ് ശരിക്കും നടക്കുന്നത്. പ്ലാസ്റ്റിക് സ്ട്രോ ഉപയോഗിക്കുന്നതിനെ കൊണ്ടോ? അതൊന്നും അല്ല ശരിക്കും ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. റൂട്ട് കോസ് എന്ന് പറയുന്നത് ശരിക്കും കടലില് എല്ലാ സംഗതികളും ഉണ്ട്. ഈ പച്ചപ്പും അങ്ങനത്തെ സംഗതികൾ, ഈ ഗ്രാസ് ലാൻഡ്സും മൗണ്ടെയിൻസും ഒക്കെ കടലിലും ഉണ്ട്. അത് എത്രയോ ഭൂമിയിലുള്ളതിന്റെ എത്രയോ 10 മടങ്ങ് കൂടുതൽ ഗ്രാസ് ലാൻഡ്സ് കടലിലുണ്ട്. ഈ കടലിലുള്ള സസ്യങ്ങളാണ് ശരിക്കും നമ്മുടെ ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ സംഗതിയാണ് ഈ ഫിഷിംഗ് വെസൽസ് മുച്ചൂടെ മാന്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷമായിട്ട്. ഇതിനെ ആരും അഡ്രസ് ചെയ്യില്ലായിരുന്നു. കാരണം അഡ്രസ് ചെയ്യാൻ പേടിയാണ് ഒന്നാമത്. കാരണം ഇത് വലിയ മാഫിയ, ലോകത്തിലെ ഡ്രഗ് മാഫിയനെക്കാട്ടിലും വലിയ മാഫിയയാണ് ഈ ഫാസ്റ്റ് ഫുഡ് ചെയിൻസും ഇതുപോലത്തെ സീ ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ. അവരൊന്നും ഒരു വിരലി ഉണ്ടാൻ പോലും പറ്റൂല, അടിച്ചു തൂക്കിക്കളയും. അതുകൊണ്ട് ഇത്രയും കാലം അത് അഡ്രസ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ അത് ലൈക്ക് നമ്മളിപ്പോ ഇപ്പോഴെങ്കിലും റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഭൂമി ഇനി ഒരു അധിക കാലത്തേക്ക് ത്രൈവ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ഒരു ഡോക്യുമെന്ററി ഒക്കെ ഉണ്ടാക്കി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം, ഹൈലി റെക്കമെൻഡ്. ഓക്കെ ഓക്കെ. എന്തായാലും കാണും. ഇതേപോലെ തന്നെ ഒരു ഡോക്യുമെൻ്ററിയാണ് സീസ്പ്രസി. കുറച്ചായി അത് എനിക്ക് തോന്നുന്നു ഇറങ്ങിയിട്ട്. അതിൽ ഏകദേശം തന്നെ പറയുന്നത്, കൗസ്പിരസിക്ക് ശേഷം വന്നതാണ് സീസ്പിരസി. നല്ലയാ സീസ്പിരസി. അതെ അതെ അതന്നെ. അതെ അതെ, നല്ലയാ. അത് ഈ പറഞ്ഞ പോലെ ഐ ഓപ്പണിങ് ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇങ്ങനെയും നടക്കുന്നുണ്ട് എന്നുള്ള അതെ അതെ കാര്യങ്ങൾ. അതെ. അതിൽ അയാളെ ത്രട്ടൻ ചെയ്യുന്നൊക്കെ ഉണ്ട്, അയാൾ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ. ആ ഡോക്യുമെന്ററിയിലെ ഒരു ക്യാരക്ടറാണല്ലോ ഇത് കൊണ്ടുപോകുന്നത്. അയാള് ഇതിന്റെ ലീഗൽ വശങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ കമ്പനിയോട് ബന്ധപ്പെടുമ്പോൾ, ഈ ഫിഷിംഗ് വെസൽസിന്റെ കമ്പനിയോട് ബന്ധപ്പെടുമ്പോൾ അയാളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സാധനങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്, ചിലതിലെ ബൈറ്റുകൾ. അതെ, ഇങ്ങനെ കുറേ ഡോക്യുമെൻ്ററീസ് ഉണ്ട്. ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ. ഞാൻ ഈ അടുത്ത് കണ്ടതാണ് മൈ ഒക്ടോപ്പസ് ടീച്ചറോ പേര് മറന്നുപോയി. എന്നെന്തോ അത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ ചീറ്റോ പൊക്കോനെ പറ്റി പറഞ്ഞ പോലെ ഒരാൾ ഒക്ടോപ്പസിനായിട്ട് ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാനത് കണ്ടിട്ടില്ല, അത് കാണാം. ഇപ്പോൾ അതിന്റെ പേര് ഒക്ടോപ്പസ് ഒരു ടീച്ചറാണോ? ഒക്ടോപ്പസ് ടീച്ചർ ആണ് ഒക്ടോപ്പസ് തോന്നുന്നു. തിയറി ആണോ? ഒക്ടോപ്പസ് തിയറി അല്ല, ഒക്ടോപ്പസ് സെർച്ച് ചെയ്ത് മൈ ഒക്ടോപ്പസ് ടീച്ചർ. മൈ ഒക്ടോപ്പസ് ടീച്ചർ അല്ലേ? അതെ, അത് അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ ഒരാൾ ഒരു ഡീപ് സീ ഡൈവറാണ്. അത് ഒരു പ്രാവശ്യം ഒരു ഒക്ടോപ്പസിനെ മീറ്റ് ചെയ്ത് പിന്നെ അത് വർഷങ്ങളോളം അത് സെയിം ഒക്ടോപ്പസിനായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് അയാൾ മകനെ വരെ ഈ ഡീപ് സീ ഡൈവിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒക്ടോപ്പസ് മരിക്കുന്നവരെ ഉണ്ട് ഡോക്യുമെൻ്ററി. ഒക്ടോപ്പസ് ഈ പറഞ്ഞ പോലെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒക്ടോപ്പസ് ക്രിയേച്ചറാ. ഏലിയൻ സ്പീഷീസ് എന്ന് പറയാൻ പറ്റുന്ന സാധനമാണ്. നമ്മള് അതിനെ കുറിച്ച് പഠിക്കും തോറും നമ്മൾ എക്സാക്ട്ലി. ഇങ്ങനെ അന്തം വിട്ടുകൊണ്ടിരിക്കും. അതെ ഒമ്പത് ബ്രെയിനും കണ്ടാന്ന് ഒരു ഒക്ടോപ്പസിനുള്ള. അതിലൊരു സെൻട്രൽ ബ്രെയിനും പിന്നെ അതിന്റെ 8 ഒക്ടോപ്പസ് ഒക്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ടെന്റക്കിൾസ് ഉള്ളതാണ് ഒക്ടോപ്പസ് എന്ന് പറയുന്നത്. ആ ഓരോ ടെന്റക്കിളിന്റെയും തലപ്പത്ത് ഓരോ ബ്രെയിൻ വേറെ ഉണ്ട്, മിനി ബ്രെയിനുകൾ. അങ്ങനെ 8ഉം 1ഉം 9 ബ്രെയിനാണ്. ഈ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യും. ഷേപ്പ് ഷിഫ്റ്റിങ് പിന്നെ ക്യാമഫ്ലജ് ആയിട്ട് കളർ മാറുകയൊക്കെ ചെയ്യും. ഇപ്പൊ നീ ഇപ്പൊ ഒരു
ഇങ്ങനെയുള്ള ഒരു പെട്ടിനകത്ത് ഒരു അക്വറിയം പെട്ടിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ചതുരക്കട്ടയായി മാറും. നേരെ കുറച്ച് റൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ റൗണ്ടായി മാറും. ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കളറും. 3 ടൈപ്പ് സെൽസ് ഉണ്ട്. എന്താ ഇറി ക്രൊമാറ്റോഫോർസ്, ഇറിഡോഫോർസ്, പിന്നെ ലൂക്കോഫോർസ്. ഈ 3 ടൈപ്പ് സെൽസ് ആണ് ഇതിന്റെ ദേഹത്തുള്ളത്. അതുകൊണ്ടാണ് അതിനെ ബിൽഡ് ചെയ്തേക്കുന്നത്. ആ സെൽസിന്റെ പ്രത്യേകത കാരണമാണ് അതിന് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാനും കളർ ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ റാപ്പിഡ് ആയിട്ട് മൊത്തത്തിൽ മാറാൻ കഴിയുന്നത്. വളരെ ഫാസിനേറ്റിംഗ് ക്യാരക്ടർ. അതേപോലെ തന്നെ 3 ഹൃദയമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 3 ഹൃദയം, 9 തലച്ചോറും ഒക്കെ ഉള്ള ഒരു പ്രോപ്പർ അതെ, ഏലിയൻ. ഒരു ഏലിയൻ. അതെ, ഒരു ഏലിയൻ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഒക്ടോപസിന് ശരിക്കും. അതായത് ഇപ്പൊ നീ ഒരു പസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് ഫിഗർ ഔട്ട് ചെയ്യും പോലും അത് പസിലാണെന്നുള്ളത്. ആ പസിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ ന്യൂസിലാൻഡിലത്തെ നാഷണൽ അക്വേറിയത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്കി എന്ന് പറയുന്ന ഒരു ഒക്ടോപസ് ഉണ്ടായിരുന്നു. ആ ഒക്ടോപസ് രാത്രി ആയപ്പോതിന് അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങി പുറത്ത് ചാടി അതിങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോയിട്ട് ഈ ഡ്രെയിനേജ് പൈപ്പ് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് വെള്ളം പോകുന്നത്, ആ ഡ്രെയിനേജ് പൈപ്പ്, ചെറിയൊരു ഡ്രെയിനേജ് പൈപ്പിന്റെ അകത്ത് കൂടി ഷേപ്പ് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി ആ ഡ്രെയിനേജ് പൈപ്പ് കൂടി അത് പോയിട്ട് കടലിൽ ചാടി എസ്കേപ്പ് ആയി. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ ഒരു ഇൻസിഡന്റ്. അങ്ങനെ കുറെ സംഗതികളുണ്ട്. പിന്നെ വേറൊരു ഒക്ടോപസ് അക്വേറിയത്തിൽ ഇരിക്കുമ്പോ ബോറടിച്ചിട്ട് ബോർഡം മാറ്റാൻ വേണ്ടിയിട്ട് അക്വേറിയത്തിന്റെ മേലെ ഫിറ്റ് ചെയ്തിരുന്ന വലിയൊരു ബൾബ് ഉണ്ട്. ആ ബൾബ് വെള്ളം തെറിപ്പിച്ചിട്ട് ഫ്യൂസ് ആക്കും. ഇത് ഒരു പോയിന്റിൽ അത് ഫിഗർ ഔട്ട് ചെയ്തു ഈ ബൾബ് ഫ്യൂസ് ആക്കാൻ പറ്റുന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ ടെൻഡക്കിൾ വെച്ച് പിടിച്ചു കളഞ്ഞിട്ട് അത് ഫ്യൂസ് ആക്കി. അത് അവർ റീപ്ലേസ് ചെയ്തു. പിന്നെ ഇത് സ്ഥിരം ഇത് തന്നെ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ ബൾബ് കൊടുന്ന് മാറ്റുക ചെയ്തു. ഇവര് പഠിച്ചപ്പോഴാണ് ഇത് ബോറടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പോലും, മനുഷ്യന്മാരായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ഫാസിനേറ്റിംഗ് സാധനമാണ്. അത് അതേപോലെ ഈ ബോട്ടിലിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. ബോട്ടിലിട്ട് പൂട്ടിയതിന് ശേഷം അത് ജാറ് തുറക്കുന്നത്. ഫാസിനേറ്റിംഗ് ആണ്. നമ്മൾ ഏത് മൃഗത്തിനെ പറ്റി നോക്കിക്കഴിഞ്ഞാലും there will be something very unique. അതെ, മങ്കീസ്. അത് ഒരു ഡോക്യുമെന്ററിനെ പറ്റി പറയുമ്പോൾ അതും കൂടെ ഒന്ന് ഷൗട്ട് ഔട്ട് കൊടുക്കുക. ഡോക്യുമെന്ററിക്ക് ചിംപ് എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി ആണ്. കഴിഞ്ഞ കൊല്ലത്താണ് ഇറങ്ങിയത് തോന്നുന്നത്. ഇത് പറഞ്ഞ പോലെ കാട്ടിൽ വെച്ചിട്ട് കുറേ ഇൻ എ സ്പാൻ ഓഫ് ലോങ് ടൈം ഷൂട്ട് ചെയ്താണ്. അപ്പോൾ ഓരോ ചിമ്പിനും അവർ പേരും കൊടുത്ത് ഓരോ ചിമ്പിനും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് അവർ ട്രൈബായിട്ടാണ് ജീവിക്കുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ മനുഷ്യന്മാർക്ക് തമ്മിലുള്ള ഈ ട്രൈബൽ ഇഷ്യൂസ് പോലെ അവർക്ക് ട്രൈബ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് മിലിറ്ററി നമുക്ക് മനുഷ്യന്മാരതിൽ നോക്കിയാൽ മിലിറ്ററി എന്ന് വിളിക്കുക. അതേപോലെ രാത്രി ഇറങ്ങി നടക്കുന്ന ഗാർഡ്സ് ഉണ്ട് ബാക്കിയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്താ മൈൻഡ് ബ്ലോയിങ് ആണ് ഇത് മങ്കീസ്. പിന്നെ നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതെന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണല്ലോ ചിംസ്. ചിമ്പുകൾ ഭയങ്കര ഫാസിനേറ്റ്. അതേപോലെ തന്നെ അന്ന് ഒറാങ്കുട്ടാൻസും മനുഷ്യന്മാരും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു DNA ഏതോ ഒരു ക്രോമസോമിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് ഭയങ്കര ഇന്റലിജന്റ് ആണ്. അതുങ്ങളും ഇന്റലിജന്റ് സ്ട്രോങ് ഒക്കെയാണ്. പക്ഷെ ഈ ചിമ്പുകള് കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഈ ഗൊറില്ലകളോട് കമ്പയർ ചെയ്യുമ്പോഴും ബാക്കി ഇപ്പൊ ഈ ഒറാങ്കൂട്ടാൻസിനോട് കമ്പയർ ചെയ്യുമ്പോഴും ചിമ്പുകള് വല്ലാത്തൊരു ഭയങ്കര ഒരു മനുഷ്യന്മാരോട് ചേർന്ന്, അതായത് ഇപ്പത്തെ മനുഷ്യന്മാരോട് എന്ന് പറയാൻ പറ്റില്ല. ഈ പണ്ട് പ്രീ ഹിസ്റ്റോറിക് ആയിട്ട് ജീവിച്ചിരുന്ന മനുഷ്യന്മാരില്ലേ, ഈ വൈക്കിംഗ് കാലഘട്ടത്തിന്റെ മുമ്പ്, അങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഭയങ്കര സാമ്യമുള്ള സംഗതികളാണ് ചിമ്പിന്റെ ആക്ടിവിറ്റീസ്. കാനിബലിസ്റ്റിക്കും കൂടിയാണ് ഇവര് ചില സമയത്ത്. അതായത് കാനിബലിസ്റ്റിക് മീൻസ് ബാക്കി ചിമ്പുകളെ തിന്നുന്നല്ല, ബാക്കിയുള്ള മങ്കീസിനെ തിന്നും. ബാക്കി അത് ഈ ഡോക്യുമെന്ററിയിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യും. അതേപോലെ ഇവര് റേപ്പ് ചെയ്യുമെന്ന് പറയുന്നേക്കാം ഈ ചിമ്പാൻസികള്. ഇപ്പൊ വേറെ ക്ലയന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോ, വേറെ സ്ഥലത്ത് പോയിട്ട് റെയ്ഡ് ചെയ്യുമ്പോ ആ ക്ലാനുമായിട്ട് ക്ലാഷ് ആയ സമയത്ത് അവിടുത്തെ ആണുങ്ങളൊക്കെ ഇവര് അടിച്ചൊതുക്കി ഓടിച്ചു കഴിഞ്ഞിട്ട് അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫീമെയിൽസിനെ ഗ്യാങ് റേപ്പ് ചെയ്യുന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വെരി ബ്രൂട്ടൽ ആയിട്ടുള്ള സിസ്റ്റം ആണ് അവിടെ. ഏത് ആംഗിൾ നോക്കിയാലും മനുഷ്യന്മാരായിട്ട് കുറെ സാമ്യമുണ്ട്. അവരെ സൈക്കോളജിക്കലി നോക്കുമ്പോൾ ഒരു ചിമ്പിനെ പറ്റിയുള്ള മങ്കീസിനെ പറ്റി ഞാൻ മുമ്പ് ഒരു റിസർച്ചിൽ ഇത് വായിച്ചിട്ടുണ്ട്. കോയിൻസ് കൊടുക്കുന്ന സയന്റിസ്റ്റ് റിസർച്ചിന്റെ ഭാഗമായിട്ട് മങ്കീസിന് കോയിൻസ് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരിത് കറൻസി ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഫുഡിന് പകരം എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അവസാനം സ്റ്റീലിങ്ങിലെത്തി. ഈ കോയിൻസ് സ്റ്റീൽ ചെയ്യാനും ബ്രൈബ് ചെയ്യാനും യൂസ് ചെയ്യാൻ തുടങ്ങി. അതെ, മനുഷ്യന്മാരോട് നല്ല സാമ്യമുള്ള എല്ലാ ക്രിമിനൽ സംഗതികളും ഉണ്ട്.
അതെ. ഓക്കെ. ഞാന് ഇനി നമ്മുടെ ടോപ്പിക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് എൻഡ് ചെയ്യാം. ഇപ്പം കാർഡിയോളജിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട്, അങ്ങനെ ഒരാളെ കിട്ടിയത് കൊണ്ട് ചോദിക്കുന്ന ഉം. ആ ചാൻസ് ഒഴിവാക്കണ്ടല്ലോ വെച്ചിട്ട്, എന്താണ് കാർഡിയോ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് നമ്മുടെ നാട്ടിൽ ആൾക്കാർ വളരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുക? കാരണം നമ്മുടെ നാട്ടിൽ ഹാർട്ട് ഡിസീസസ് കൂടുതലാണ്. ലൈക്ക് ഉം. ഞാനിത് സ്റ്റാറ്റിസ്റ്റിക്സ് വായിച്ചിട്ടോ ഫാക്ട് ചെക്ക് ചെയ്തിട്ടോ ഒന്നുമല്ല പറയുന്നത്. ജസ്റ്റ് ഓൺ ടോപ്പ് ഓഫ് മൈ ഹെഡ് ഡയബറ്റീസ് കൂടുതലുള്ള നാടാണ് അത്. ഉം. എന്താ പറയുക, സ്റ്റാറ്റിസ്റ്റിക്കലി അങ്ങനെയാണ്. അപ്പോൾ അറിയുന്ന ആൾക്കാരെ നോക്കിയാൽ മതി. ഉപ്പ ഉമ്മ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഒരു ഫാമിലിയിൽ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ ഡയബറ്റീസ് ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞാനതൊക്കെ അറിയുന്നത്. ഇവിടെ അങ്ങനെ ആർക്കും ഡയബറ്റീസ് ഒന്നും ഇല്ല. ഡയബറ്റീസ് ഉം. എന്ന് പറഞ്ഞാൽ ഇവിടെ റെയർ ഡിസീസ് എന്ന് പറയില്ല, പക്ഷേ വളരെ പ്രായമായ ആൾക്കാർക്ക് ഉണ്ടായാലായി. അതെ. ഇത് നമ്മുടെ നാട്ടിലെ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് ആണ്. എന്തിന്റെയും ഈ കാർഡിയാക്കിന്റെ മാത്രമല്ല, എന്ത് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇഗ്നോറൻസ് ആണ്. ആളുകൾ ബോധേഡ് അല്ല, നല്ല അറിയാം. പക്ഷെ ഹൂ കെയർസ്, അതൊന്നും എന്നെ ബാധിക്കൂല എന്നുള്ള, എനിക്ക് ഞാൻ എന്തോ സൂപ്പർ ഹ്യൂമൻ ആണെന്നുള്ളൊരു ചിന്തയാണ് പകുതി ആൾക്കാർ, പകുതി മുക്കാൽ ആളുകൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ പോയിട്ടുള്ള പ്രശ്നങ്ങളിൽ പോയിട്ട് പെടുകയും ചെയ്യുന്നത്. നല്ല പ്രായത്തിലൊക്കെ ആയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്നാണ് ഈ സാധനം ക്യാച്ചപ്പ് ചെയ്യുക. നമുക്ക് അറിയാൻ കഴിയില്ല ഇവിടുന്ന് ഇത് വരുന്നതെന്നുള്ള. മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം, അല്ല, മെയിൻ ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഇമ്മൊബിലിറ്റിയാണ്. നമ്മൾ തീരെ മൂവ്മെന്റ് ഇല്ല. ഇവിടെയൊക്കെ നമുക്ക് ഈ യൂറോപ്പിൽ മാത്രമല്ല, ലോകത്തുള്ള ബാക്കി എവിടെയുള്ള മനുഷ്യന്മാർ, നമ്മുടെ ഈ ഏഷ്യയിലുള്ള ഈ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇങ്ങനെയുള്ള ഒരു 3-4 രാജ്യങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ആളുകൾ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും. അതൊരു പാർട്ട് ഓഫ് ദെയർ കൾച്ചറാണ്. നമ്മള് രാവിലെ എണീച്ച് പല്ല് തേക്കുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും ഇന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ ഒക്കെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അതില്ല. ഇപ്പൊ പിന്നെയും കുറച്ചൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പുള്ള നീ ഇപ്പൊ പറഞ്ഞ പോലത്തെ ഈ ആ ഒരു ജനറേഷൻ ഇല്ല, ആ ഒരു ആളുകൾക്ക് ആ ഒരു സംഗതിനെ പറ്റി ലീസ് ബോധേഡ് ആണ്. അതെന്തോ ലക്ഷറി സാധനം പോലെയാണ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ കാണിച്ചു കൂട്ടുന്ന പോലെയാണ് എക്സസൈസിനെയും പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ആളുകൾ വിലയിരുത്തുന്നത്. അപ്പൊ അത് മാറുന്നുണ്ട്, മാറുന്നില്ല എന്നല്ല, മാറ്റമുണ്ട്. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ജനറലി നമ്മളൊരു ചെക്കപ്പും കാര്യമൊന്നും ചെയ്യില്ല ശരിക്ക്. നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, നമ്മളെ ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊന്നും ആരും ചെയ്യേയില്ല അൺലെസ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തലകറങ്ങി വീഴാതെയോ അല്ലെങ്കിൽ ഒന്ന് ഡിസി ആവാതെയോ നമ്മൾ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് പോലും ചെയ്യില്ല. അപ്പോഴൊക്കെ ആയിരിക്കും, എപ്പോഴെങ്കിലൊക്കെ ഒരു തലകറക്കം ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഓക്കെ ഞാൻ ഡയബറ്റിക് ആണെന്നുള്ളത് പല ആൾക്കാരും മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഹൈപ്പർ ടെൻസീവ് ആണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് അപ്പോഴൊക്കെ ആയിരിക്കും. അതിന് മുമ്പേ അറിയില്ല, കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല. പിന്നെ നമ്മുടെ ഡയറ്റ് ആണ് ഈ ഡയബറ്റിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ. പഞ്ചസാര നമ്മുടെ ഒരു എന്താ പറയാ, ഒരു ജീവവായുവാണ് പഞ്ചസാര. പഞ്ചസാര എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ അതെ. കടയിൽ നിന്ന് മേടിക്കുന്ന ക്രിസ്റ്റൽ പഞ്ചസാര എന്ന് മാത്രമല്ല, ചെറുപ്പത്തിലേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സംഗതികൾ. ഇപ്പൊ ഈ പല കുട്ടികൾക്കും ഇപ്പോൾ ഉള്ള പ്രശ്നമാണ് ഈ ലെയ്സ്. ലെയ്സ് മീൻസ് ലൈക്ക് ക്രിസ്പ്, അതുപോലത്തെ സാധനങ്ങൾ. ചിപ്സ്, ക്രിസ്പ്സ്. ആ, അതെ. ഈ സംഗതി ഇല്ലാതെ കുട്ടികള് ചോറ് കഴിക്കൂല, അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നിട്ട് കുട്ടികൾക്ക് ഈ സാധനം കിട്ടാതെ കുട്ടികൾ വീട്ടിനകത്ത് കയറില്ല. അങ്ങനത്തെയൊക്കെ ഷാഠ്യം പിടിക്കുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഈ സംഗതികൾ കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ഒരു 9-10 വയസ്സ് വരെ നമ്മളുണ്ടാകുന്ന ആ ശീലം ഉണ്ടല്ലോ, അതിന് പാരഡൈം എന്നാ പറയാം. നമ്മളൊരാളുടെ തലച്ചോറിൽ രൂപപ്പെടുന്ന നമ്മുടെ ഒരു സിസ്റ്റത്തിന്, നമ്മൾ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ, അതെ. ആ സാധനത്തിനാണ് പാരഡൈം എന്ന് പറയുന്നത്. ഈ പാരഡൈം 9 വയസ്സാകുമ്പോഴാണ് ഫിക്സ് ആവുന്നത് ഓരോരുത്തരുടെയും. ഈ പാരഡൈം വൺസ് ഫിക്സ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മൊത്തം ആ പാരഡൈമിൽ, ആ ഒരു 9 വർഷത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മളെ ബേസിക് ആയിട്ടുള്ള അറിവുകൾ, നമ്മളെ ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ വ്യായാമം കാര്യങ്ങൾ, അന്ന് ഉണ്ടാക്കിയെടുത്ത ശീലങ്ങളാണ് നമ്മൾ ജീവിതകാലം മൊത്തം കൊണ്ടുപോവുക. അതിന്റെ ഇടയ്ക്ക് നമ്മൾ അത് ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു സംഗതി അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. പക്ഷെ നമ്മൾ അതിന്റെ ആ ജേണിയിൽ ഇപ്പൊ നമ്മൾ ഒരു 9 വയസ്സ് വരെ ഇങ്ങനെ ജീവിച്ച ഒരാള് ഒരു 21ാമത്തെ വയസ്സിൽ നമ്മൾ മാറ്റാൻ കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, നമ്മൾ എത്ര മോട്ടിവേറ്റഡ് ആണെങ്കിലും നമ്മൾ ഫെയിൽ ആയി പോകും. ഒരു പുതിയ സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ആവാൻ നോക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ്ലി ഫെയിൽ ആയിക്കൊണ്ടിരിക്കും. അത്രയും ഡെഡിക്കേഷൻ വേണം അല്ലെങ്കിൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല്, കുട്ടികളെ ചെറുപ്പത്തിലെ ഈ പാരന്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനത്തെ സാധനങ്ങളാണ് കഴിക്കേണ്ടത്, റിയൽ ഫുഡ് എന്താണ്, അൺറിയൽ ഫുഡ് എന്താണ് എന്നുള്ളത് ആദ്യമേ പഠിപ്പിക്കണം. പരമാവധി നമ്മൾ ഇപ്പൊ ഈ സിംഗിൾ ഇൻഗ്രീഡിയന്റ് ഫുഡ്സ് ഉണ്ടല്ലോ, ഈ ചിക്കൻ,
അല്ലെങ്കിൽ അവക്കാഡോ, അല്ലെങ്കിൽ ബ്രോക്കോളി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഇത് വരികയാണെങ്കിൽ ക്യാബേജ്, ബീട്രൂട്ട്, കോഴി അല്ലെങ്കിൽ ബീഫ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡ്സിന്റെ പരമാവധി കഴിക്കാൻ നോക്കുക. ഈ പാക്കറ്റൈസ്ഡ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൽ പല പല പ്രിസർവേറ്റീവ്സും ATPസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്നു നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സംഗതികൾ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ന്യൂട്രിയൻ ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളത് മാത്രമല്ല, അത് കൂടുതൽ നമ്മളെ ഡയബറ്റിക് ആക്കാനും ഹൈപ്പർ ടെൻസീവ് ആക്കാനൊക്കെ ഉള്ള സാധ്യതകളുള്ള സംഗതികളാണ്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ജീവിതം അങ്ങനെ മാറിപ്പോകും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഗട്ടാണ്. ഹാർട്ടിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഗട്ടാണ്. ഞാൻ ഈ കാർഡിയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണെങ്കിൽ കൂടി ഗട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ എന്താ പറയുക, ഒരു വീട്ടിലേക്ക് ഫുൾ ഇലക്ട്രിക്കൽ സാധനങ്ങളും ചെയ്ത് വെച്ച് അതിന്റെ ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനം പോയി. ഈ ഫ്യൂസ് ആണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്ന സാധനം. നമ്മൾ ഗട്ടിലേക്ക് നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിനനുസരിച്ചും ഈ മൈക്രോബയോം എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മുടെ കുടലിനകത്തുള്ള കുറച്ച് ബാക്ടീരിയാസ്. അതിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ട്, മോശപ്പെട്ട ബാക്ടീരിയാസ് ഉണ്ട്, ഭയങ്കര മോശപ്പെട്ട ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ബാക്ടീരിയാസും നമ്മുടെ വയറിന് ആവശ്യമുണ്ട്. ഈ ഭയങ്കര മോശപ്പെട്ട ബാക്ടീരിയാസ് ആവശ്യമില്ല, ബാക്കിയുള്ള ബാക്ടീരിയാസ് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. കോടിക്കണക്കിന് ബാക്ടീരിയാസ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബാക്ടീരിയാസ് നമ്മുടെ ഗട്ടിലുണ്ട്, കുടലിനകത്തുണ്ട്. ഇതിന്റെ എല്ലാം ഒരു ഈക്വൽ ബാലൻസ് വേണം. ഈക്വൽ ബാലൻസ് അല്ലെങ്കിലും നല്ല ബാക്ടീരിയാസിന്റെ ഒരു 60%, ബാക്കിയുള്ളത് ഒരു 40%, 35% പാടുള്ളൂ. ഇതിൽ ഇൻബാലൻസ് ഉണ്ടാവുമ്പോൾ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ മര്യാദക്ക് നടക്കില്ല. കുറെ ആളുകൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നമാണ് സിബോ എന്ന് പറയുന്ന സാധനം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. അതുണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ മര്യാദക്ക് നടക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ആണ്. നമ്മുടെ വയറിനകത്ത് ഈ HCl എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒക്കെ വെറൈറ്റി രൂപത്തിലുള്ള കുറെ ആസിഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഡൈജഷനെ മര്യാദയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പൊ എത്ര ന്യൂട്രിയന്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അത് ബ്ലഡ് സ്ട്രീമിലേക്ക് എക്സ്ട്രാക്ട് ആയി പോരണമെങ്കിൽ, അതായത് നമ്മൾ വേസ്റ്റ് ആയിട്ട് പോകുന്ന സാധനം പോകുന്നുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് സാധനം നമ്മൾ ഫുഡിൽ നിന്ന് വലിച്ച് ശരീരം എടുക്കും, വൈറ്റമിൻസും വേണ്ട ന്യൂട്രിയൻസും. ഈ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ മര്യാദക്ക് നടക്കത്തില്ല ഈ ഒരു അസിഡിക് ഇൻബാലൻസ് ഉണ്ടാകുമ്പോൾ. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ബാക്ടീരിയകളുടെ ഓവർ ഗ്രോത്തും ഇൻബാലൻസും ആണ്. അപ്പൊ നമ്മൾ ഗട്ട് ഹെൽത്ത് മര്യാദക്ക് റെഗുലേറ്റ് ചെയ്യണം. അത് റെഗുലേറ്റ് ചെയ്താലുള്ളൂ നല്ല സാധനം ബോഡി വലിച്ചെടുക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴുള്ളൂ നമ്മുടെ ശരീരം ഹെൽത്തി ആയിരിക്കുള്ളൂ. പക്ഷെ ആളുകൾ ആരും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ഗട്ടിനെ പറ്റി ഇപ്പോഴും എനിക്ക് ഞാൻ പറയാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയും, നമ്മളെ 80% നമ്മളെ അറ്റ്ലീസ്റ്റ് നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് 80% ആൾക്കാർക്കും ഈ ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു മൈക്രോബ് ഉണ്ട്, മൈക്രോബയോം ഉണ്ടെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. ഇപ്പോഴും പല ഡോക്ടേഴ്സും ഓൺലൈനായിട്ട് വന്ന് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ലൈക്ക് ഒരു ഭയങ്കര ഇഗ്നോറൻ്റ് ആണ്. അങ്ങനെ സാധനമൊന്നുമില്ല, അത് ഡോക്ടർമാർ വെറുതെ പോലെ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കരുതുന്നത്. പക്ഷെ ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അത് ആദ്യം റെക്ടിഫൈ ചെയ്ത് സോൾവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ പോലും അത് അബ്സോർബ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വേണം നമ്മൾ ചേഞ്ച് കൊടുത്താൽ. ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് തന്നെ എഡ്യൂക്കേഷനും അവയർനെസ്സും ഇതാണ് ആദ്യം വേണ്ടത്. ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു നെവർ മൈൻഡാണ്. എന്തും കഴിക്കുക. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പായിട്ട് സംസാരിച്ച് പറഞ്ഞിട്ടുള്ളൂ, ആദ്യം പൂട്ടിക്കേണ്ട കാര്യങ്ങൾ ഈ ബേക്കറിയാണ്. അല്ലെങ്കിൽ ആ ബേക്കറിയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കൺട്രോൾ വേണം. ഇത്ര ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല, ഇത്ര ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള. ഇതാണല്ലോ ഡെയിലി ആയിട്ട് കഴിക്കുന്നത്. എപ്പോഴെങ്കിലും അല്ല, മാസത്തിലൊരിക്കലൊക്കെ ആണെങ്കിലും ഓക്കെ. പക്ഷേ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ബേക്കറി ഐറ്റം ഇൻ ദ സെൻസ് അത് നല്ല ബ്രെഡോ കാര്യങ്ങളോ ഒന്നുമല്ല, എല്ലാം ഓയിലും ഷുഗറും ഉപയോഗിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഡയബറ്റീസ് ആയാലും കാർഡിയോ ഇഷ്യൂസ് ആയാലും എനി ഹെൽത്ത് ഇഷ്യൂസ്, ഈ പറഞ്ഞ പോലെ ഗട്ട് മൈക്രോബയോമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇഷ്യൂസും വരുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ പുറമെ എന്താ ചെറിയ ഓൺ ദ ടോപ്പ് എന്ന് പറഞ്ഞ പോലെ എക്സസൈസും ഇല്ല. അതെ, മച്ചാനത് പോരളി എന്ന് പറഞ്ഞ പോലെ ഒരാളുടെ ജീവിതം കോഞ്ഞാട്ടാ ഇനി എന്ത് വേണം? ഇത്രയും സാധനങ്ങൾ ധാരാളം. ഇത്രയും ലൈക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോറന്റ് ആയിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻസ്, പാകിസ്ഥാനീസ്, ബംഗ്ലാദേശി, ശ്രീലങ്കൻ, സൗത്ത് ഏഷ്യൻസ്. അതെ, ഈ ഒരു 5 കൺട്രിയിലുള്ള ആൾക്കാരായിരിക്കും ഇത്രയും ലീസ് ബോധേഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത്, ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും. അതെ. അത് എനിക്ക് തോന്നുന്നു ഈ ലൈഫ് എക്സ്പെക്റ്റൻസിയിലും കാണാനുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിയാൽ ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ കാണാനുണ്ട് അത്. പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയണമെന്നിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇപ്പൊ ഒരാള് ഒരു പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത്
ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതെന്ന് നമ്മളെ ഒരു 99.9% ആളുകൾക്കും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളെ തൂക്കിയെടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ അപ്പോഴേ എടുത്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക. പക്ഷെ ലൈക്ക് ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ ചിലപ്പോൾ അയാൾ കാർഡിയക് അറസ്റ്റ് ആയിട്ട് കുഴഞ്ഞു വീഴുന്നതായിരിക്കും. അപ്പൊ എങ്ങനെ CPR അടിക്കാന്നോ അയാളെ എങ്ങനെ ഫസ്റ്റ് ടേക്ക് കെയർ ചെയ്യേണ്ടെന്നോ പൾസ് ചെക്ക് ചെയ്യേണ്ട എങ്ങനെയൊന്നും ആളുകൾക്ക് അറിയില്ല. പക്ഷേ കമ്പയർ ടു ബാക്കി അതർ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ, നമ്മൾ കേരളത്തിലുള്ള ആളുകൾ കുറച്ചെങ്കിലും കുറച്ച് ലൈക്ക് എഡ്യൂക്കേറ്റഡ് ആണ്. നമുക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്, അതിനുള്ള എല്ലാ അവൈലബിലിറ്റീസും നമുക്കുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പോരാഞ്ഞ് ആളുകൾ ലൈക്ക് ഇപ്പൊ എല്ലാ സംഗതി ആളുകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ അത് ഫോളോ ചെയ്യാനും അതിൽ ഇൻവോൾവ് ആവാനൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് താല്പര്യമുണ്ട് ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ നമ്മളിത് വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഈ രാവിലെയൊക്കെ പോയിട്ട് ട്രെയിനിങ് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യുന്നതും ഈ മെക്സാനൊക്കെ പോലത്തെ സംഗതികളൊക്കെ ഉണ്ട് ഇപ്പൊ കേരളത്തിൽ. എല്ലായിടത്തും ഗ്രാമത്തിലൊക്കെ ആളുകൾ എക്സസൈസ് ചെയ്യും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെയുള്ള ഈ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതും എങ്ങനെ CPR കൊടുക്കുക എന്നുള്ളതും എങ്ങനെ ഒരാളുടെ പൾസ് ചെക്ക് ചെയ്യുക എന്നുള്ളതും ഇങ്ങനത്തെ കാര്യങ്ങളും കൂടിയൊക്കെ നമ്മൾ പഠിപ്പിച്ചാൽ ഒന്നും കൂടിയൊക്കെ ഒരു ശതമാനം വരെ ഇങ്ങനെ മരിച്ചു പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൊരു ഒരു 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 ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. അത് നമ്മൾ വേണ്ട രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാമ്പുകൾക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉള്ള പ്രായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ ഈ മെന്റേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സെഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ആളുകൾ അതിലും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് അതിനുള്ള ഫാക്കൽറ്റീസ് ഹെൽത്ത് കെയർ വർക്കേഴ്സും അങ്ങനെ ലൈക്ക് ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരാളെ ഒരു നിയർ ബൈ ക്ലിനിക്കിൽ നിന്ന് ഒരു ഈസി ആയിട്ട് ഒരു നഴ്സിനോ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കോ ഒരു ദിവസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു 19 ആൾക്കാരെ പഠിപ്പിക്കാൻ ഒരു പണി ഉണ്ടാവില്ല. 1 മണിക്കൂറിന്റെ പണിയുള്ളൂ ഇത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരു ഇനീഷ്യേറ്റീവ് ഇതുപോലെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിൽ കുറച്ച് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഇങ്ങനത്തെ ഒരു സെനാരിയോ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനുള്ള ആൾക്കാരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവര് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതെ അതെ, അതിലേക്ക് എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത് CPRും. ലൈക്ക് ഞാനൊന്നും ഇപ്പോൾ ഉണ്ടോ അറിയില്ല, ഞാനൊന്നും പഠിക്കുന്ന ടൈമിൽ എൻ്റെ സ്കൂളിലൊന്നും, പല സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, എവിടെയും CPR ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ ട്രെയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു 3 മന്ത്സ് മുമ്പ് ഓഫീസിൽ ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് ലൈഫിൽ ഇത് ട്രെയിൻ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമാണ്. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റാത്ത. എക്സാക്ട്ലി. ഇപ്പോ നമ്മുടെ കേരളത്തിലെ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ ഒരു കാറിൽ ഒരു കുഴഞ്ഞു വീണ ഒരാളെ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഫെസിലിറ്റിയിൽ അരമണിക്കൂർ ദൂരം പോയി കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റിയ ഒരു എമർജൻസി ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷെ ആ അരമണിക്കൂർ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് അവിടെ അയാളെയും കൊണ്ട് ഓടി എത്തുന്നതിൽ കൂടുതൽ ഗുണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾ വീണ പാടെ അയാളെ പൾസ് ചെക്ക് ചെയ്തിട്ട് പൾസ് ഇല്ല എന്ന് അറിയുമ്പോൾ നമ്മൾ CPR കൊടുത്തുകൊണ്ട് അയാൾ അവിടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 98% ടൈമും ആൾക്കാർ റിവൈവ് ആയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മൾ ഒരാൾ കടേക്ക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. അതിപ്പോ ഹോസ്പിറ്റലിലായാലും ഔട്ട് ഓഫ് ഹോസ്പിറ്റലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അയാൾക്കുള്ള സാധ്യത കൂടുതലാണ് തിരിച്ചു വരാനുള്ള. പക്ഷെ ഇത് നമുക്ക് അറിയില്ല. അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നല്ല, നമ്മൾ വാരി പെറുക്കി അയാളെ വേഗം ആംബുലൻസ് വിളിക്കും, അല്ലെങ്കിൽ കിട്ടുന്ന വണ്ടിക്ക് കൈ കാണിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തിച്ച ആൾ രക്ഷപ്പെടുന്നുള്ള ഒരു ഇത് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ശരിക്കും ആ രോഗിക്ക് കൂടുതൽ ഗുണത്തേക്കാൾ കൂടുതൽ ദൂഷ്യമാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ ഒരു 10 പേര് കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 പേരാണ് അയാളെ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 2 പേരും മാറി മാറി CPR ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൂടി നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സും കൂടി എടുക്കണം. അതെ അതെ, ഡെഫിനറ്റ്ലി. അത് ആഡ് ചെയ്തത് നന്നായി, ആ ഒരു കാര്യം പറഞ്ഞത്. ഞാനും കുറേ കാലമായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സംഭവമാണ്. കാരണം ഫാമിലി തന്നെ പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട് ഇത് സംബന്ധമായിട്ടുള്ള. എനിവേ, താങ്ക് യു ഫോർ യുവർ ടൈം. ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു കൺവേർസേഷനാണ്. നമുക്ക് വീണ്ടും പേഴ്സണലായിട്ട് എന്താ പറയുക, ഇൻ പേഴ്സൺ ഇരിക്കാൻ പറ്റട്ടെ. എവിടെയാണ് റാഷിൻ്റെ കണ്ടന്റ് ആൾക്കാർക്ക് കാണാൻ കഴിയുക? എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാമില് വാക്ക് വിത്ത് റാഷി എന്നാണ് എന്റെ പേര്, അക്കൗണ്ടിന്റെ പേര്. അതിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നുണ്ട്. മോസ്റ്റ്ലി എനിമൽസും വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കില്ല. അതായത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ലൈക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റോറി ലൈൻ പോലെ നല്ല സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്ത് ഫോണ്ടോ ഒക്കെ കൊടുത്ത് ആളുകൾക്ക് വിഷ്വൽ സഹിതം
പ്രസന്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കലുണ്ട്. പിന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യലുണ്ട്. ലോങ് ടൈം ലൈക്ക് ഒരു ലെങ്ത് ഉള്ള 8 മിനിറ്റ്സ് കൂടുതലുള്ള കണ്ടന്റ്സ് ഞാൻ പൊതുവെ ചെയ്യലില്ല. ഇനി അതിനെക്കുറിച്ച് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. കുറെ ആൾക്കാർ പറയില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും, ഈ ഒറ്റ മിനിറ്റിൽ എല്ലാം കൂടി പറഞ്ഞു തീർക്കാതെ കുറച്ച് നീട്ടി വലിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചൂടെ, ഈസി ആയിരിക്കും കേൾക്കാനോ എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. സമയപരിമിതി ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജോലി കാര്യമൊക്കെ ബാലൻസ് ആവാത്തതുകൊണ്ട് പിന്നെ മടിയും കാരണം ഇങ്ങനെ മടിച്ചു നിൽക്കുന്നതാണ്. അതെ അതെ അതെ. ഫ്യൂച്ചറിൽ ചെയ്യണം എന്നുള്ളൊരു പൂതിയുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇടലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും നമ്മളെ കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാണാത്തവരെ, ഇതുവരെ ഓക്കെ. കാണാത്തവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയാ, ഒരു നാട്ടിലൊരു പറച്ചിലില്ലേ, സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടിയും ഗംഭീരമാകും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അതെ, ഒരു അതേപോലെ മോട്ടിവേഷൻ ആണത്. ബ്രോഡ് പറയാനുള്ളത്, കീപ്പ് ഓൺ ഡൂയിങ് ദ ഗുഡ് വർക്ക് ദാറ്റ് യു ഹവ് ബീൻ ഡൂയിങ്. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി സംഗതിയാണ്. ഇതേപോലെ ഓരോരോ നമ്മൾ ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നില്ല. ഇപ്പോ എന്റെ ഒന്നും ഇതുവരെ ആരും ഒന്നും ഇങ്ങനെ ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഗതി ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളിപ്പോഴും ഇങ്ങനെ ഒരു എന്തെങ്കിലും കാലത്ത് ഇങ്ങനെ ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഈ ആൾക്കാരെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെയല്ല, അതങ്ങനെ ആ ഒരു ബാഡ് സെൻസിലല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു പൂതി ഉണ്ടാവില്ലേ അങ്ങനെ, ലൈക്ക് ഓക്കെ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഒരു കോൺവെർസേഷൻ പോലെ ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു സംഗതി എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ബ്രോ തന്നെ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ അതെ ഇതേപോലെ വെറൈറ്റി ഫീൽഡുകളിൽ നിന്നുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവരുടെ നിന്നുള്ള ഇൻഫർമേഷൻസ് ഇതുപോലെ ബാക്കിയുള്ള ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിക്കുക. കീപ് ദ ഗുഡ് വർക്ക് ദാറ്റ് യു ആർ ബീൻ ഡൂയിങ്. ഓക്കെ. ഓൾ ദി താങ്ക് ബെസ്റ്റ്. യു താങ്ക് യു താങ്ക് യു. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഓക്കെ എന്നാ, ബൈ ബൈ, ടേക്ക് കെയർ.